എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഏറെ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് അല്ലെ? കർക്കിടക മാസം പിറന്നിട്ടും നമുക്ക് സന്തോഷത്തിന് കുറവൊന്നുമില്ല. പഞ്ഞമാസം നമുക്ക് പുണ്യമാസമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ അല്ലെ? പണ്ടൊക്കെ നമ്മൾ പഞ്ഞമാസം എന്ന് പറഞ്ഞാൽ അതിനേക്ക് ഇപ്പൊ നമ്മൾ പുണ്യമാസമാക്കി മാറ്റിയിരിക്കുന്നു. നമ്മളും ഇവിടെ ഒരു വിഭാഗം നമ്മളെ ആൾക്കാരും നമ്മളെ രാമായണ പാരായണമൊക്കെ വളരെ ഭംഗിയായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. ഇതൊക്കെ നമ്മൾ ആത്മീയമായിട്ട് ഉയർത്താനുള്ള ഒരു എന്താ പറയാ മാർഗങ്ങളായിട്ട് നമ്മൾ തുടങ്ങുന്നു. ഇനിയിപ്പോ പുണ്യ റമദാൻ മാസമൊക്കെ വരുമ്പോൾ നമ്മൾ അതും ഇതുപോലെ അതൊക്കെ നമ്മൾ ആത്മീയമായി ഉയർത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറെ സന്തോഷത്തോടെയാണ്. കാരണം ഓരോ ദിവസവും എന്നെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരിലേക്കും വരുന്ന റിസൾട്ടുകളൊക്കെ കാണുമ്പോൾ സന്തോഷം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറെ നന്ദിയോടുകൂടി സർവേശ്വരനോട് പ്രകൃതി സത്യങ്ങളോടും ഒക്കെ എന്നും നന്ദിയോടുകൂടി തന്നെയാണ് ഓരോ നിമിഷവും മുമ്പോട്ട് പോകുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. ഇപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ഒക്കെ പറയാനുള്ളത് തയ്യാറായിക്കോളൂ. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകും. ഞാൻ നേരത്തെ ഓഫ് റെക്കോർഡ് പറഞ്ഞതാണ്. നമ്മൾ എപ്പോഴും നന്മയെ കാക്ഷിക്കുന്നവർ അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് ഉയരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിലവിലുള്ള അവസ്ഥയിൽ നിന്നും എനിക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും വേണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന രീതി ഇപ്പൊ ഒറ്റ ഉദാഹരണം പറയാം. നമുക്ക് സ്വസ്ഥമായ മനസ്സ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനഃപൂർവ്വം സ്വസ്ഥത കൈവരുത്തണം. അല്ലാതെ വേറൊരാൾക്ക് വന്നിട്ട് എന്നാ പിടിച്ചോ 1 കിലോ സ്വസ്ഥത എന്ന് പറഞ്ഞിട്ട് നിഷാ സിംഗിന്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അത് നിഷാ സിംഗ് തന്നെ ചുറ്റുവട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടി ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു പോകാം. നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോൾ ദിവസം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇപ്പൊ നിങ്ങൾ മെമ്പേഴ്സ് ഒള്ളി മാത്രമാണല്ലോ നമ്മുടെ ഈ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ളവർക്ക് ഇനി മുതൽ മെമ്പേഴ്സ് ആയവർക്ക് മാത്രമേ ലൈവ് ക്ലാസ്സിൽ ആക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും ഈ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണ്? മനസ്സമാധാനം, സ്വസ്ഥത. ഇതിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അപ്പൊ അത് ഇവിടെ ലഭിക്കണമെങ്കിൽ നിങ്ങളിൽ ആദ്യം ഇത് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആയിട്ട് കുളിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ മാറി നല്ല ശുഭവസ്ത്രമൊക്കെ ധരിച്ച് നന്നായിട്ട് വന്നിരിക്കുമ്പോൾ നിങ്ങളിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സ്വസ്ഥത ഉണ്ടാവും. ആ സ്വസ്ഥതയിലേക്ക് ഞാനും എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ വളരെ ലളിതമായി നിങ്ങൾക്ക് മാറ്റം അവിടെ ഉണ്ടാവും. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഒരു ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ്, പറയുന്ന വാക്കുകൾ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ കേട്ടല്ലോ, ഞാൻ വരുന്നത് മുമ്പേ ഇവിടെ അൺമ്യൂട്ട് ആയിരുന്നു. അൺമ്യൂട്ട് ആകുമ്പോൾ അവിടെ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു. നിങ്ങളും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്തിനായിരുന്നു ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞിട്ടില്ല അത് പറയുന്നത് എന്താണെന്നുള്ളത്. ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്താണെന്ന് യാതൊരു ബോധവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് റിക്വസ്റ്റ് ആണ്, നിങ്ങൾ എന്തു പറയുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള ബോധം ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് മറ്റൊരാൾക്കും നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റില്ല. 1 കിലോ ബോധം പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും കൊണ്ടുതരാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ഭർത്താവിന് പറ്റില്ല, ഭാര്യയ്ക്ക് പറ്റില്ല, അമ്മയ്ക്ക് പറ്റില്ല, അച്ഛന് പറ്റില്ല, ആർക്കും പറ്റില്ല. സ്വന്തം ഉണ്ടാക്കിയെടുക്കണം. ഇതിന് ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രത്യേകിച്ച് 10 അല്ലെ, നേരത്തെ ഞാൻ 10 പൈസ ചെലവില്ല എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ ഒരാൾ കമന്റ് ചെയ്തു, സാറേ 10 പൈസയൊക്കെ പോയി, ഇപ്പൊ അതിനെപ്പറ്റി പറയല്ലേ, 100 രൂപ ചെലവില്ല എന്നൊക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിരുന്നു. അതുപോലെ 10 പൈസ ചെലവില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ ലളിതമാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ പറയുന്ന വാക്കുകളെല്ലാം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളത് വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യണം. നമ്മുടെ മാറ്റം ഉണ്ടാവുകൊണ്ട് നമ്മൾ തന്നെ മാറിയെടുക്കണം എന്നുള്ളത്. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്നിട്ട് അയാൾക്ക് ഇപ്പൊ മൊത്തത്തിൽ ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്തിയിട്ട് ടോട്ടൽ ഇപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് 20 മിനിറ്റ് ആയിട്ടും ഞാൻ 20 5 മിനിറ്റ് നേരം കൊണ്ട് ഞാൻ വന്ന് കുളിച്ച് ഷർട്ടും ഇട്ടു, അതിന് മുകളിൽ കോട്ടും ഇട്ട് വന്നിരിക്കുന്നത്. എനിക്ക് കോട്ടിടാൻ അത്ര ആഗ്രഹം ഉണ്ടായി. ഞാൻ ഓഫീസിൽ ഒന്നും കോട്ടിടാറില്ല. ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ കാണുമ്പോൾ ലുക്ക്, അപ്പിയറൻസ് ഒരു വലിയ ഘടകമാണ്. അത് എനിക്ക് സന്തോഷം നൽകുന്നെങ്കിൽ ഞാൻ അത് ചെയ്യണം. ഞാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ. അതിന്റെ പാട്ടായിട്ട് മാത്രമേ നിങ്ങൾ എല്ലാവരും കാണുന്നുള്ളൂ. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, എനിക്ക് സന്തോഷം സമാധാനമൊക്കെ ഉണ്ട്, എന്നെ ഇങ്ങനെ കാണണം. അപ്പൊ ഞാൻ ഇങ്ങനെ. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ ഇവിടെ നരയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാണുമ്പോൾ എനിക്ക് അത്ര സുഖമില്ല കേട്ടോ. ഈ നര നാളേക്ക് മാറ്റാനുണ്ട് കേട്ടോ. അത് മാറ്റിയിട്ട് വരാം അല്ലേ? നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ നര. ഇനിയിപ്പോ ഈ ക്യാമറ ഇവരോട് സൂമുകാരോട് റിക്വസ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ നരയുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കറുത്ത മുടി മാത്രമാക്കാനാണ്. എന്ത് ചെയ്യാം, പ്രായമായപ്പോൾ നരക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും നമുക്ക് കറുപ്പിടിക്കാൻ പറ്റില്ലല്ലോ. സത്യസന്ധമായിട്ട് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു സത്യമായ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാം. നമുക്ക് ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയേണ്ടത്, നമുക്ക് സത്യസന്ധമായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ ഒരൊറ്റ കാര്യം വീണ്ടും വീണ്ടും ആണയിച്ച് പറയാം.
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നു എങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ കഴിവ് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സിന് അതിനെ പാകപ്പെടുത്താനുള്ള കഴിവില്ലെങ്കിൽ, സ്വീകരിക്കാൻ കഴിവില്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്തിട്ട് നിങ്ങൾ അതിനെ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു, ആ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ മനസ്സിന്റെ മാറ്റമാണ് അടിസ്ഥാന തത്വം. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക. അല്ല നേർച്ച ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. മനസ്സിനറിയാതെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ റിസൾട്ട് ഉറപ്പായിട്ട് സംഭവിക്കും. ഞാൻ ഇവിടെ ഒരു കാരണം മാത്രമാണ്. ഞാൻ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. മാറ്റം ഉണ്ടാവുന്നതും ഉണ്ടാക്കേണ്ടതും ആരാണ്? ഒന്ന് ടൈപ്പ് ചെയ്തേ. മാറ്റം ഉണ്ടാകുന്നതും ഉണ്ടാക്കേണ്ടതും ആരാണെന്ന് ടൈപ്പ് ചെയ്തേ. പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. കമാൺ. എന്നിട്ട് മാത്രം നമുക്ക് അടുത്ത ഗുഡ് ന്യൂസിലേക്ക്, എന്താ പറയുക, ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യുന്നതിന് പോവാം. പറട്ടെ. മാറ്റം ഉണ്ടാവേണ്ടതും ഉണ്ടാക്കേണ്ടതും ആരാണ്? അവരവർ അതിന്റെ ആ ആളുടെ പേര് മാത്രം എഴുതി വെച്ചോ. എഴുതിക്കോ. ആളുടെ പേര് തന്നെ എഴുതിക്കോ. പേര് തന്നെ എഴുതിക്കോ. യെസ് യെസ്, പോരട്ടെ. അത് അതെ. അപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും അവരവരെ പേരൊന്ന് താഴെ എഴുതി വെച്ചോളൂ. അവരവരെന്നല്ല, സോറി, ആരാണോ മാറ്റം ഉണ്ടാക്കേണ്ടത്, മാറ്റം ഉണ്ടാവേണ്ട ആർക്കാണോ, മാറ്റം ഉണ്ടാക്കേണ്ട ആരാണോ, അത് രണ്ടും ആ പേരൊന്ന് എഴുതി വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഒരു നിമിഷം ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. നേരത്തെ ആരാണ് സംസാരിക്കുമ്പോൾ നമ്മുടെ പറഞ്ഞോളൂ. ഹരിദാസ് അല്ലേ പറയാമെന്ന് ഒന്നുകൂടി പറഞ്ഞ ഹരിദാസെ കാര്യം. ക്യാമറ ഓൺ ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തോ. അപ്പൊ ഹരിദാസ്, ഞാൻ പറയാം. ഹരിദാസ് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഹരിദാസ് ക്ലാസ്സിൽ വന്ന ഏപ്രിൽ മാസം മുതൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി. അതിന് നല്ല മാറ്റം ഉണ്ടായി. അതിനുശേഷം നമ്മുടെ ക്ലാസ് മെഡിറ്റേഷൻ ജോയിൻ ചെയ്തു. വെൽത്ത് മെഡിറ്റേഷൻ, അതുപോലെ 1-to-1 മെഡിറ്റേഷൻ, 20-20 മെഡിറ്റേഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോലി, ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടതിന് ശേഷമാണ് ജോലി പോയ ആൾക്ക് ഹരിദാസിന് ജോലി കിട്ടിയത്. ആ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായി കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ക്ലാസ് വന്നപ്പോൾ നല്ല പോസിറ്റീവായി മാറുകയും അതിനുശേഷം ജോലി കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ലോട്ടറികൾ അടിച്ചു. ഇന്ന് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന് നല്ലൊരു ലോട്ടറി എമൗണ്ട് അടിച്ചു എന്നുള്ളതാണ് ഹരിദാസ് പൂർണ്ണമായിട്ട് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഹരിദാസ് മാറ്റങ്ങൾ ഉണ്ടാക്കി, മനസ്സിലും ശരീരത്തിലും, അല്ലെങ്കിൽ ആ എനർജി ലെവലിൽ മാറ്റം ഉണ്ടാക്കിയപ്പോൾ ഹരിദാസിന് പണങ്ങൾ ജോലി സംബന്ധമായിട്ടും ലോട്ടറി സംബന്ധമായിട്ടും ഒക്കെ പണം ലഭിക്കാൻ തുടങ്ങി എന്നാണ് ഈ പറഞ്ഞതിന്റെ തത്വം. അതായത് നമ്മുടെ മെഡിറ്റേഷൻ 20-20 ആയിക്കോട്ടെ, 1-to-1 ആയിക്കോട്ടെ, വെൽത്ത് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വൈബ്രേഷൻ ലെവല് ഉയർന്നു. അതാണ് ഇന്ന് പറയാൻ പോകുന്ന കാര്യം. വൈബ്രേഷൻ ലെവൽ ഉയരുമ്പോൾ നോക്കൂ, കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യം നോക്കൂ. ഇന്ന് ഞാൻ അതിനെപ്പറ്റി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. വൈബ്രേഷൻ ലെവല് കൂടിക്കഴിഞ്ഞാൽ പണം വരും എന്നതിനെ പറ്റി പറയാൻ വന്നപ്പോൾ തന്നെ നമുക്കൊരാളുടെ അനുഭവമായിട്ട് മുമ്പ് വന്നു. ഇപ്പൊ അടിച്ച ലോട്ടറി അല്ലേ, ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അടിച്ച ലോട്ടറിയാണ്. അതും വൈബ്രേഷൻ ലെവൽ 1-to-1 മെഡിറ്റേഷനും വെൽത്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തപ്പോൾ ഉണ്ടായ വൈബ്രേഷൻ ഉയർച്ചയിലാണ് അവർക്ക് ആ ഒരു ഗുണം സംഭവിച്ചത് അല്ലെ. ഏറെ സന്തോഷമുള്ള കാര്യം. അതൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ റിസൾട്ടാണ്. അതൊക്കെയാണ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിൽ മാറ്റം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. യാതൊരു തർക്കവും അപ്പൊ അതിനെ അതുപോലെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പോകുന്നത്. പിന്നെ ആൾക്കാര് ഞാനത് നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അവര് നെഗറ്റീവ് പറഞ്ഞു എന്നല്ല പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു. എനിക്കെന്ത് നെഗറ്റീവ്, നമുക്കൊരു വിഷയമില്ല. ആർക്കും സംസാരിക്കാനുണ്ടോ? വെറുതെ അൺമ്യൂട്ട് ചെയ്യല്ലേ. സംസാരിക്കാനുണ്ടോ അൺമ്യൂട്ട് ചെയ്യണേ. ഇനി ആർക്കും സംസാരിക്കാനുണ്ടോ? എനിക്കുണ്ട് സാറേ. പറഞ്ഞോ. പറഞ്ഞോളൂ ജാനകി. സാറാ, നെഗറ്റീവ് മാറുന്നതിനെ കുറിച്ച് ഉപ്പ് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് എഴുതിയിടണമെന്ന് പറഞ്ഞ് 2 ദിവസമായി ക്ലാസ് എടുക്കുന്നു. ഇന്നുകൂടെ കൂടിയാണ് 3 വരുള്ളൂ. ഞാൻ 2 ദിവസം ഇട്ടു. അപ്പൊ എനിക്ക് കഴിഞ്ഞ 30-ാം തീയതി കിട്ടേണ്ട പൈസ ആയിരുന്നു. അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് ബ്ലോക്ക് വന്നേക്കണത് മാറി എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നെന്നാണ് ഞാൻ എഴുതിയിട്ടത്. പക്ഷെ 2 ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേന് ഇന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ 2500 എല്ലാ മാസം ഇങ്ങനെ മാസം വന്നുകൊണ്ടിരുന്നാണ്. അത് വരാതിരുന്നിട്ട് ഇന്ന് അക്കൗണ്ടിലേക്ക് പൈസ വന്നു സാറേ. അപ്പൊ അവര് നല്ല സന്തോഷമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ 2 ദിവസമാണല്ലോ ചെയ്തോളൂ എന്ന് ഓർത്തു. 3 ദിവസം ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്നും കൂടെ ചെയ്യണം 3 ദിവസത്തിന്. പക്ഷെ 2 ദിവസം ആയപ്പോഴത്തേന് എനിക്ക് റിസൾട്ട് കിട്ടി. വെരി ഗുഡ്. നല്ല സന്തോഷം തോന്നി. വെരി ഗുഡ്. അത് പറഞ്ഞപ്പോഴാണ് വെരി ഗുഡ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളോട്. നിങ്ങളെ മുമ്പ് നിന്നാണ് എനിക്ക് ഒരാൾക്ക് വേണ്ടി മാറ്റം ഉണ്ടാവണമെന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തില്ല അല്ലെ. നിങ്ങളെ മുമ്പ് നിന്നല്ല ഞാൻ ചെയ്തത്. ഞാൻ ഒരു കുട്ടിക്ക് ഒരു ചെറിയ വിഷയമുണ്ട്, ആ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അവക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ, കൃത്യമായി പറഞ്ഞല്ലേ. ഇന്ന് ഇന്നലെയും 2 ദിവസം ചെയ്തു. 3-ാമത്തെ ദിവസം ഇന്ന് രാത്രി ചെയ്യേണ്ടതാണ്. ഇന്ന് ആ കുട്ടി
എനിക്ക് മെസ്സേജ് അയച്ച് പറയാനുള്ളതാണ്, സാറേ, ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ടു ടെൽ യു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. യു മെയ്ഡ് മീ മൈ മൈൻഡ് കാം. നിങ്ങൾ എൻ്റെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബൻസിൽ ഉണ്ടായ കുട്ടിയാണ്. അതുപോലെ ഒരു പ്രത്യേക കാര്യത്തിനകത്ത് ഞങ്ങൾ ചെയ്തത് അപ്പൊ ഒരു സംസാരിക്കാത്ത ഒരു വിഷയമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത വിഷയമാണ്, ഭയങ്കരതായിട്ടുള്ള. പക്ഷെ ഇന്ന് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇന്ന് സംസാരിച്ചു. ഹി കോൾ മീ ആൻഡ് വി ടോക്ക്. 2 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ 3 ദിവസം മുമ്പ് ഭയങ്കര ഡിസ്റ്റർബൻസിലായിരുന്നു. ഇന്നിപ്പോ വൈകിട്ട് പക്ഷെ ഞാൻ ഈ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഈ കാര്യം മറന്നുപോയി കേട്ടോ. ഈ സംഭവം ഞാനിവിടെ ചെയ്തു വെച്ചത് ഞാൻ മറന്നുപോയി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ ഫുൾ ആ കംപ്ലീറ്റ് എന്താണോ സംഭവിക്കുന്നത് അത് കൃത്യമായി സംഭവിച്ചിരിക്കുന്നത്. എനിക്കിപ്പോ ഇത് ജാനകിയമ്മ പറയുമ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. ഈ സംഭവം ഞാനിവിടെ ചെയ്തു. ഇന്നലെയും രാത്രി ഞാനിവിടെ എഴുതിയിട്ടിരുന്നു, ഇന്ന് ഇട്ടിരുന്നു. ഇപ്പൊ ഇന്ന് രാത്രി കൂടെ ഇട്ടുമ്പോൾ നാളേക്ക് 100% റിസൾട്ട്. ഇത്ര പെട്ടെന്ന് റിസൾട്ട് സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല. ഭയങ്കര സംഭവമാണത്. സന്തോഷം, സന്തോഷം. ഓക്കെ. ഇനി ആരാ പറയാനുള്ളത്? സാർ, എനിക്കൊരു സംശയം ചോദിക്കാനാണ്. രാധാ ദിനേശ് പറഞ്ഞു. രാധാ ദിനേശ് സംശയം ചോദിച്ചോട്ടെ. ഒരു മിനിറ്റ് ബീന, ഒരു മിനിറ്റ് ബീന, ചോദിച്ചോ. ഞാന് തയ്ച്ചു കൊടുത്തൊരു ഡ്രസ്സിന്റെ പൈസ കൊണ്ടുതരാൻ വേണ്ടിട്ട് ഒരാൾ വന്നിട്ട് അങ്ങോട്ട്. അപ്പൊ വന്നപ്പോ ഞാൻ അവിടെ ഇരുന്ന് അതിന്റെ കുടുക്ക് തുന്നിയാണ്. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നോ, നീ എന്റെ അടുത്ത് ഇത് തുന്നി കഴിഞ്ഞാൽ കൊണ്ടുപോ പറഞ്ഞു. പക്ഷെ അവള് കൊടുന്ന പൈസ അവൾക്ക് കാണാനില്ല. ഞാൻ അവള് കൂടിയിട്ട് റൂം മുഴുവൻ, അവിടെ ഇരുന്ന റൂം മുഴുവൻ തെരഞ്ഞു. ആകെ അടിച്ചു വാരി സോഫയൊക്കെ നീക്കിയിട്ട് തെരഞ്ഞു, കിട്ടിയില്ല. അങ്ങനെ അവള് വന്ന വഴിയിലൊക്കെ നടന്ന് തെരഞ്ഞു, എന്നിട്ടും കിട്ടിയില്ല. 500 രൂപയാട്ടാ. എന്നിട്ട് അവള് പോയതിനു ശേഷം സംക്രാന്തിയുടെ വൃത്തിയാക്കലാണ് ഞാൻ. അപ്പൊ അന്ന് രാത്രി ആ റൂമൊക്കെ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു, കാശൊന്നും കിട്ടിയില്ല. പക്ഷെ അവള് എനിക്ക് പൈസ എനിക്ക് തന്നുട്ടാ. പക്ഷെ പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് നേരം വെളിച്ചാകുമ്പോ വിളക്ക് കത്തിക്കാൻ വേണ്ടി വിളക്ക് കഴുകാടുക്കുമ്പോണ്ട് ഈ റൂമില് വാതിലിന്റെ നേരെയായിട്ട് എല്ലാവരും കാണുന്നവർക്ക് 500 രൂപ കിടക്കണം. അത് അവളുടെ ആണോ? എനിക്ക് ഭയങ്കര സംശയം. ആ റൂം 2-3 പ്രാവശ്യം അടിച്ചു വാരി തുടച്ച ഹാളാണ്. മരത്തുനിന്ന് കയറി വരുന്ന റൂം. ഉച്ചയ്ക്കാണ് ഇത് ഉണ്ടായത്. അപ്പൊ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ എല്ലാവരും വരുന്നു പോണൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടും സാധനം കണ്ടിട്ടില്ല. രാത്രി അടിച്ചു വാരി തുടച്ചു. എന്നിട്ടാണ് ഞാൻ കിടക്കുന്നത്. 12 മണി കഴിഞ്ഞിട്ട് കിടക്കുമ്പോ എന്നിട്ടും കണ്ടിട്ടില്ല. രാവിലെ എണീറ്റു വിളക്ക് കത്തിക്കാൻ വേണ്ടി, വിളക്ക് കഴുകാടുക്കാൻ വേണ്ടി ഞാൻ കിടക്കുമ്പോ എന്റെ മുമ്പിൽ 500ന്റെ നോട്ട് നല്ല പുതിയത് നിവർന്ന് കിടക്കുന്നു. അപ്പൊ അത് അവളുടെ. ഞാൻ എന്നിട്ട് എന്റെ മോനോട് ചോദിച്ചേ, ഞാൻ കിടന്നതിന് ശേഷം നീ എണീറ്റാ ചോദിച്ചു. ഇവിടെ ആരെങ്കിലും വന്നാ നീ എണീറ്റാ? അല്ലെങ്കിൽ ഇപ്പൊ അവരുടേക്ക് വീണതായാലും അറിയില്ലല്ലോ. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ എണീറ്റിട്ടില്ല, അമ്മ കിടക്കണേ മുന്നേ ഞാൻ കിടന്നതാണ് പറഞ്ഞു. അപ്പൊ അത് അവളുടെ പൈസയാണോ? എനിക്ക് അറിയില്ല. ഞാൻ അങ്ങനെ തന്നെ നിവർത്തിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അവള് പിന്നെ അതെ അല്ലേ, കൊടുക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചത് ആരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ സാറിനോട് തന്നെ ചോദിക്കാൻ വിചാരിച്ചു. പിന്നെ ക്ലാസ് ഇന്നലെ ഒന്നും ഉണ്ടായില്ലല്ലോ ചോദിക്കാൻ. ആയിക്കോട്ടെ. ശരി, താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, ശരി. നല്ല അനുഭവങ്ങളായിരുന്നു. ബീന എന്താ പറയാ വന്നേ? പെട്ടെന്ന് പറഞ്ഞു ബീന, പെട്ടെന്ന് പറഞ്ഞേ. സാറേ, അന്ന് എനിക്ക് രാജലക്ഷ്മി മാഡത്തിന്റെ നമ്പർ തന്നായിരുന്നു. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ പബ്ലിക്കിൽ പറയണ്ട. ഓക്കെ. മിനിങ്ങാന്ന് പറഞ്ഞ സാർ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് വോയിസ് അയച്ചേ കേട്ടോ. ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് വോയിസ് ആയിട്ട് അയച്ചേ. ഓക്കെ, വാട്സപ്പിൽ അയച്ചേ. പറഞ്ഞത് വാട്സപ്പിൽ അയച്ചേ. ഞാൻ നോക്കട്ടെ അത് കറക്റ്റ് ആണോ നോക്കട്ടെ. ആയിക്കോട്ടെ. വേറൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ ടെക്നിക്ക് ഇവിടെ ഞാനും ചെയ്തായിരുന്നു. എനിക്കൊരു ജോലിക്കാര്യത്തിന് വേണ്ടി അടുത്ത ഈ മിനിങ്ങാന്ന് പറഞ്ഞേ. അപ്പൊ ഇന്നലെ മിനിങ്ങാന്നും ചെയ്തു. ഇന്നിപ്പോ എന്നെ ഒരാൾ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ളിൽ കിട്ടണമെന്നായിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതും എഴുതിയതും. അപ്പൊ ഇന്ന് അത് കിട്ടി. നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോലി കിട്ടി. ജോലി കിട്ടിയിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. ഉണ്ട് സാർ. നോക്കട്ടെ ഞാൻ വീഡിയോയിൽ ആ എക്സൈറ്റ്മെന്റ് ഉണ്ടോന്ന്. നിങ്ങൾ എല്ലാവരും നോക്കിയേ. ബീനക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, സന്തോഷം ഉണ്ട് മുഖത്ത്? എല്ലാരും പറയട്ടെ, എല്ലാരും ടൈപ്പ് ചെയ്തേ. ജോലി കിട്ടിയ എക്സൈറ്റ്മെന്റ് ബീനക്ക് ഉണ്ടോ? ടൈപ്പ് ചെയ്ത് എല്ലാരും. 2 ബീന കെ ആണോ? അതാരാ 2 ആള്? ബീന കെ എന്റെ കെ എം 2 പേര്, ഒരാളല്ലേ ഉള്ളൂ. ഒന്ന് കെ എന്നും ഒന്ന് കെ എമ്മും ആണല്ലേ? ഓക്കെ, ഫൈൻ. എക്സൈറ്റ്മെന്റ് വേണം. എന്താണെന്നറിയോ ഞാൻ പ്രത്യേകിച്ച് പറയാൻ വെച്ചാൽ ബീന, ഞാൻ പ്രത്യേകിച്ച് കൊണ്ട് കണ്ടില്ല ആ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഹരിലാല് വന്ന കണ്ടില്ലേ? അല്ല, എന്താ പറയാ, നേരത്തെ വന്ന ആള് പറഞ്ഞു കേട്ടില്ലേ? അപ്പൊ ആ ഒരു പറയാനുള്ള എക്സൈറ്റ്മെന്റ്, ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു എനർജി മറ്റൊരു ലെവലാണ്. അത് മറക്കരുത്.
ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും. അപ്പൊ എനിക്കിത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് മിനിങ്ങാന്ന് എഴുതി, ഇന്നലെ എഴുതി. അപ്പൊ ഇന്ന് രാവിലെ തന്നെ 9 മണി ആയപ്പോ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു നാളെ നിങ്ങൾ ഒന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അത് തീർച്ചയായിട്ടും നല്ലൊരു ഒത്തിരി സന്തോഷം തോന്നി. എഴുതിന്റെ റിസൾട്ട് കിട്ടി. താങ്ക് യു. ഇപ്പൊ മാറി കേട്ടോ, മുഖമൊക്കെ മാറി കേട്ടോ, കുറച്ചും കൂടി ചിരിയൊക്കെ വന്നു, നല്ല ഇത് വന്നു കുറച്ചും കൂടി. അപ്പൊ ഒരു ടെസ്റ്റും കൂടി ഞാൻ ഒന്ന് തരാം. ഈ സെഷൻ കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി ചോദിക്കും. അപ്പൊ എത്രത്തോളം ത്രില്ലിലാണ് നിങ്ങൾ പറയുന്നത് നോക്കട്ടെ. എനിക്ക് ആ എനർജി ഒന്ന് ഹൈ ആക്കി കൊണ്ടുവരും. നിങ്ങളിൽ പിടിച്ചു നിൽക്കുന്ന ആ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അത് അകത്ത് നിൽക്കുന്ന ഉപയോഗിക്കാതെ കിടക്കുന്ന സാധനമുണ്ട് അത്. ഓക്കെ, അത് നോക്കാം. ഉപ്പിന്റെ ടെക്നിക്ക് ചെയ്തതിപ്പോ എനിക്ക് 500 രൂപ ലോട്ടറി അടിച്ചു. ശബ്ദത്തിലാണ്, ശരിയാണ്, ശബ്ദത്തിലാണ് ഇല്ലായിരുന്നത്, മുഖത്തുണ്ട്, സംസാരത്തിലില്ല. അതാണ് പറഞ്ഞത്. കുറച്ചുകൂടി ആവട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഉപ്പിന്റെ ടെക്നിക്ക് 500 രൂപ, 500 രൂപ ഒരു 5000 വട്ടം എടുത്തത്, നാളത്തെ 5000 ആവട്ടെ, പിന്നെ 50,000 ആവട്ടെ, പിന്നെ 5 ലക്ഷം ആവട്ടെ. തൽക്കാലം അത്ര മതി കിട്ടും. 5 ലക്ഷത്തിൽ നിർത്തിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരും ഇല്ലല്ലോ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഉണ്ടോ? മതി. ഇനി ഉണ്ടെങ്കിൽ പിന്നെ വോയിസ് ആയിട്ട് അയച്ചു കൊടുത്താൽ ആർക്കും യൂട്യൂബിൽ നമുക്ക് ടെസ്റ്റ് മോണിയിൽ ഇടാട്ടോ. അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് കാണുന്നവർക്ക്. ശോഭന, നമ്മൾ ഈ മെഡിറ്റേഷൻ സമയത്ത് നമുക്ക് ആ സ്റ്റോൺ ഉപയോഗിക്കാൻ പറ്റുമോ? രാത്രി 7:30-ക്കുള്ള മെഡിറ്റേഷന്. രാത്രി 7:30-ക്കുള്ള മെഡിറ്റേഷനോ? യോഗ കഴിഞ്ഞിട്ടുള്ളതില്ലേ? ഏത് പ്രാണാസ്റ്റോണോ? ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിച്ചോ. പിന്നെ അതിനു വേണ്ടിയല്ലേ തന്നിരിക്കുന്നത്. അല്ല, ഞാൻ യോഗ കഴിഞ്ഞിട്ട് ചെയ്യണ മെഡിറ്റേഷൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചതേ. അപ്പൊ എനിക്കറിയില്ലായിരുന്നതേ. ഇല്ല, ഉപയോഗിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് അത്ര ഉണ്ട്. ഞാൻ ലൈവിൽ ഇല്ലാത്ത മെഡിറ്റേഷൻ ആണ്. ഞാനില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണോ? അല്ലെങ്കിൽ നാളെ മറ്റന്നാൾ വരുന്ന മെഡിറ്റേഷൻ ഉപയോഗിച്ചോ. മറ്റന്നാൾ വെൽത്ത് മെഡിറ്റേഷൻ അന്ന് ഫുൾ ആയിട്ട് എനർജി ചെയ്തോ. മറ്റന്നാൾ മെഡിറ്റേഷൻ ഉണ്ട്, ഞായറാഴ്ച ഉണ്ടല്ലോ നമ്മള് മെഡിറ്റേഷൻ. ഇതെല്ലാ ദിവസവും ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾ ആ പ്രാണ സ്റ്റോൺ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാനാണ് സാധനം. നിങ്ങൾ എപ്പോഴാണോ ഡൗൺ ആവുന്നത് അപ്പോൾ ഈ സാധനം എടുത്ത് കൈ പിടിച്ചോളാം. അപ്പൊ നിങ്ങൾ വീണ്ടും എനർജൈസ് ആവും. അതാണ് ആ സ്റ്റോൺ, ആ പ്രാണ സ്റ്റോണിന്റെ പ്രത്യേകത. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സസ് എനർജി ഉണ്ടാവും, നല്ല എനർജി ഉണ്ടാവും. ആ എനർജി നിങ്ങളുടെ തന്നെ എനർജി നിങ്ങൾ ആ സ്റ്റോണിലേക്ക് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യം നിങ്ങൾ എപ്പോഴും ഡൗൺ ആവുന്നു, അപ്പൊ ഈ സാധനം പിടിക്കുമ്പോൾ വീണ്ടും അത് റീചാർജ് ആവും. ഇതാണ് അതിന്റെ ടെക്നിക്ക്. അപ്പോ വേണ്ടവര് ആ സമയത്ത് ഉപയോഗിച്ചോളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റോൺ മേടിക്കുന്ന ആൾക്കാരോട് എല്ലാവരോടും, പ്രാണ സ്റ്റോൺ മേടിക്കുന്നവരോട് എല്ലാവരോടും പറയും, കിട്ടിയില്ല നിങ്ങൾക്ക് അയച്ചിട്ടില്ല. അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം അതിന്റെ ഒരു കോഴ്സ് ഉണ്ടാവും, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കും ഞാൻ. അത് മുഴുവൻ പഠിപ്പിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുള്ളൂ. നെക്സ്റ്റ് വീക്ക് കഴിയുമ്പോൾ ഞാൻ അയച്ചു തരാം. അയച്ചു തന്നതിന് ശേഷം അത് പ്രാണ സ്റ്റോൺ എങ്ങനെ ഉപയോഗിക്കേണ്ടത് കൃത്യമായി ഞാൻ പറഞ്ഞു തരും. അതനുസരിച്ച് അത് ഉപയോഗിക്കണം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ദിവസത്തെ ക്ലാസ് തന്നെ എടുക്കാം. ഓക്കെ, ശരി. മറ്റാർക്കും ഇല്ലല്ലോ? ഗോയിങ് ഫോർ ക്ലാസ് നൗ. ശരി സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഇതുവരെ സംസാരിച്ച കാര്യം, അതിനെപ്പറ്റി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും. എന്താണ് നമ്മൾക്ക് മണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് നമ്മളിലേക്ക് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താവണം? റെഡി ആയിക്കോളൂ. എങ്കിൽ മാത്രമല്ലേ ക്ലാസ് കിട്ടുള്ളൂ. ഷീല ഇങ്ങനെ ഇരിക്കുന്ന പോലെ എന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഷീല ഇങ്ങനെ ഉണ്ടാവും. ഒന്ന് ശരീരം ഒന്ന് അനക്കിട്ടൊന്ന് ഇരുന്ന് എല്ലാ ദിവസവും അവിടെ ഇരുന്നിട്ട് ഉറങ്ങും. ഇത് കണ്ടിട്ട് ഞാൻ എല്ലാ ദിവസവും പറയുകയും ചെയ്യും. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും. എന്താ ഇത്ര ആലോചിക്കാൻ എന്റെ ക്ലാസ്സിൽ കയറിയിട്ട്? ഈ സുന്ദരനായി എന്നെ കണ്ടിട്ട് പിന്നെ എന്താ ആലോചിക്കാനാ? ഈ പ്രായത്തൊന്നുമില്ല അല്ലേ? അങ്ങ് എൻജോയ് ദ ലൈഫ്. വാട്ട് ഈസ് ദിസ്? അങ്ങനെ തെറിച്ച് നിൽക്കണം. പെന്നൊക്കെ എടുത്ത് പേപ്പറൊക്കെ എടുത്ത് എഴുതി വെച്ച് ഇങ്ങനെ പോണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആലോചിച്ചിരുന്ന ആലോചന മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഏതാണ്? ഒഴിച്ചൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ കൊണ്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ കുറെ വർഷങ്ങൾ വളർന്നു പോകും, നമ്മൾ വേറെ വഴിക്ക് പോകും. ആലിനെ ഒഴിക്കണ്ട അല്ലെ? ആലോചനയെ നമ്മൾ സാധാരണ ആലോചിക്കുക എന്ന് പറയില്ല. അതുകൊണ്ട് ആലോചിക്കണ്ട, നിങ്ങൾ ആക്റ്റീവ്ലി വരും കേട്ടോ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുന്ന സുന്ദരിമാരോടും വീണ്ടും പറയുന്നു, പറ്റുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്തിരിക്കുക. സുന്ദരിമാരും മാത്രം ക്യാമറ ഓൺ ചെയ്യുക. രഞ്ജിത്തിനെ പോലൊക്കെ നല്ല സ്റ്റൈലായിട്ടിരിക്കണം. ഇരിക്കുന്നുണ്ടെങ്കിൽ ചമഞ്ഞ് റെഡി ആയിരിക്കണം. നമുക്ക് കൃഷ്ണേട്ടനെ പോലെ എന്താ ചിരി, ആ ചിരി കണ്ടാൽ തന്നെ മതിയല്ലോ കൃഷ്ണേട്ട. ബാക്കിയെല്ലാം ഓടി ഒളിക്കും. ആ പുഞ്ചി നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്താണ് കൃഷ്ണേട്ട. നിങ്ങൾ എപ്പോ നോക്കിയാലും ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ സംസാരിക്കാനിരിക്കുന്നത് ഭയങ്കര നിങ്ങളുടെ എനർജിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എത്ര വിഷയം ഉണ്ടെങ്കിലും അതൊക്കെ മറന്നു പോകുന്നതാണ്. സന്തോഷം വേക്കിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, ചിരിക്കട്ടെ.
രാധിക ചിരിച്ചില്ലെങ്കിൽ സന്തോഷം ചിരിക്കണം. നീ ചിരിച്ചു സന്തോഷം, ധൈര്യപൂർവ്വം ചിരിച്ചു കേട്ടോ, ഒന്നും പേടിക്കണ്ട, ഒന്നും പറയില്ല. ഓക്കെ. അപ്പോൾ സന്തോഷത്തോടുകൂടി എന്താന്ന് വെച്ചാൽ ഞാൻ പറയാനുള്ള കാരണം വെച്ചാല് ഈ ചിരിയിലൂടെയൊക്കെയാണ് നിങ്ങളുടെ വൈബ്രേഷൻസ് ഒക്കെ വല്ലാണ്ട് കൂടുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പണം, സമ്പത്ത് അല്ലെ, സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ് അല്ലേ. റെഡിയാണല്ലോ എല്ലാവർക്കും സമ്പത്ത് വേണ്ടവരെ പേരെല്ലാം ഒന്ന് എഴുതി വെക്കോ. സമ്പത്ത് ജീവിതത്തിൽ വേണമെന്ന് പറയുന്ന പേരൊന്ന് എഴുതാവോ. എത്ര പേരുണ്ട്? ആകെ ഇവിടെ ഇപ്പൊ ഉള്ള ആൾക്കാരിൽ ഒരു 50 പേരെങ്കിലും ഉണ്ടാവോ സമ്പത്ത് വേണ്ടവർ? ഉണ്ടാവില്ല. ഒരു 50 പേരുണ്ടായി ഞാൻ ഭാഗ്യവാൻ അല്ലേ. അത് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ പേര് എഴുതിയില്ലല്ലോ. ഞാൻ എന്റെ പേര് എഴുതി വെക്കാം കേട്ടോ. ഞാൻ ചോദിച്ചാൽ മതി, എന്റെ പേര് എഴുതണ്ടേ? എനിക്കെന്തായാലും വേണം. എനിക്ക് രാവിലെ 24 മണിക്കൂറും സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കണം. എനിക്ക് ഈ 24 ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഞാൻ ഈ ഗൂഗിൾ ഇതുണ്ടല്ലോ, ഗൂഗിൾ പേരെ ടൂണിന്റെ ശബ്ദം ഭയങ്കര കൂട്ടി വെച്ചതാ ഞാൻ. എന്താണെന്നറിയോ, രാത്രിയൊക്കെ 12-1 മണിക്കൊക്കെ ഇങ്ങനെ ഉറക്കത്തും അറിയില്ലേ, അറിയുമ്പോ കിക്കി നടിക്കുമ്പോ ആഹാ വന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കുലുക്കമുണ്ട്. ആ കുലുക്കം ഭയങ്കര രസമാണ്. ഞാനിപ്പോ എന്റെ കോള് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ ഫോണിൽ സൈലന്റ് ആണ്. കോളെന്ന് വിളിച്ചാൽ ബെല്ലടിക്കൊന്നുമില്ല, കോളൊന്നും സൈലന്റ്. പക്ഷെ ഗൂഗിൾ പേ സൈലന്റ് അല്ല. ഗൂഗിൾ പേയും ഫോൺ പേയും സൈലന്റ് അല്ല. അത് കറക്റ്റ് ആയിട്ട് വെക്കും. മെസ്സേജ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വരും. ഇത് ഭയങ്കര സന്തോഷമാണ് നമുക്കിത് വരുമ്പോ. അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോ നിങ്ങൾ ഇതിന് താഴെ എങ്ങനെ കമന്റ് ചെയ്യുന്നു എനിക്കറിയാം. എങ്ങനെ കമന്റ് ചെയ്താൽ കുഴപ്പമില്ല. അത് നിങ്ങളുടെ വൈബ്രേഷൻ ആണ്, നിങ്ങൾക്ക് ചെയ്യുന്ന കമന്റ്. നിങ്ങൾക്ക് അതിൽ ഹാപ്പി ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പണം വരും. നിങ്ങൾക്കല്ല ഇയാള് ഇത് പറഞ്ഞിട്ട് ഇയാൾ ഇവിടുന്ന് കാശ് മേടിക്കാനല്ലേ എന്നാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചു എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നിങ്ങൾക്ക് വേണോ ഈ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്റെ ഗൂഗിൾ പേ എപ്പോഴും സദാ ചലിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അല്ല ഇയാൾ പറയുന്നതിന്റെ ഉദ്ദേശം ഞങ്ങളുടെ പൈസ പിടുങ്ങാനല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ വേറെ കാണണ്ട. എനിക്കിത് ഈ വൈബ്രേഷനാണ് എനിക്ക് ആവശ്യം കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ വൈബ്രേഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരുമ്പോഴാണ് നിങ്ങൾക്കും വൈബ്രേഷൻ കിട്ടുന്നത്. അതല്ല ഈ വൈബ്രേഷൻ എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, ഇരിക്കണ്ട, ഞാനേ വഴിയേ പോകുള്ളൂ അല്ലേ. അത് അങ്ങനെ പറഞ്ഞല്ലേ പറ്റുള്ളൂ അല്ലേ. താഴെ കമന്റ് ചില ആൾ യൂട്യൂബിന്റെ താഴെ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളുടെ കാശ് പിടിക്കാനല്ല. ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടല്ലേ കാശ് പിടിക്കണേ. ഇതൊന്നും ഭയങ്കര രസമുള്ള, പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇനി ദാറ്റ്സ് ഗുഡ് തിങ്. അപ്പോ യെസ്, എല്ലാവരും ഉണ്ടല്ലേ. വരണം, എല്ലാവരും ഗൂഗിൾ പേയിലും പൈസ വരണം. ഗൂഗിൾ പേ അക്കൗണ്ട് തുറക്കണമെന്നേ ഉള്ളൂ. ഗൂഗിൾ പേ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ബാങ്ക് അക്കൗണ്ടും തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ഗൂഗിൾ പേയിലേക്കും പൈസ വരണം. അതൊരു സംശയമില്ല. നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുള്ള പൈസ വന്നുകൊണ്ടേയിരിക്കണം. അത് യാതൊരു വിധത്തില്ല, എല്ലാ ദിവസവും വരണം തന്നെയാണ് പറയുന്നത്. അപ്പോ നമ്മൾ പറയുന്നത് സമ്പത്തിന്റെ ആകർഷണം. ആ സമ്പത്തിന്റെ ആകർഷണത്തിൽ നിങ്ങളുടെ വൈബ്രേഷനാണ് എങ്ങനെ ഉയർത്താം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ വൈബ്രേഷൻ ഉയർത്തുന്നതിലൂടെ എങ്ങനെ സമ്പത്തിനെ ആകർഷിക്കാം എന്നുള്ളതാണ്. ഒറ്റ കാര്യങ്ങൾ ലളിതമായി പറഞ്ഞാൽ, മുഴുവൻ ക്ലാസ് പറയുന്നതിന് മുമ്പ് ലളിതമായി പറയാം. സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഹൈ വൈബ്രേഷൻ ആണോ ലോ വൈബ്രേഷൻ ആണോ? ഒന്ന് ടൈപ്പ് ചെയ്തേ നിങ്ങൾ എല്ലാവരും. എളുപ്പത്തിൽ പറയാം. സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ലോ വൈബ്രേഷൻ ആണോ ഹൈ വൈബ്രേഷൻ ആണോ? ഫുള്ള് ടൈപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലോ വൈബ്രേഷൻ ആണ് 1 എന്ന് പറയുക, ഹൈ വൈബ്രേഷൻ ആണ് 2 എന്ന് പറയുക. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതാക്കാനാണ്. സമ്പത്ത് എന്നതിനെ പറ്റി സമ്പത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഹൈ ആണോ ലോ ആണോ? ലോ ആണ് 1 ആണെങ്കിൽ ലോ വൈബ്രേഷൻ എന്ന് പറയുക, 2 എന്ന് പറഞ്ഞാൽ ഹൈ വൈബ്രേഷൻ. നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? ഹൈ എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഹൈ തന്നെ ടൈപ്പ് ചെയ്തോ, ലോ എന്ന് ടൈപ്പ് ചെയ്തോ, ലോ ടൈപ്പ് ചെയ്തോ. അപ്പോ എല്ലാവരും പറഞ്ഞു, ഓൾമോസ്റ്റ് ആൾക്കാർ പറഞ്ഞത് ഹൈ വൈബ്രേഷൻ എന്നാണ് അല്ലെ. ഹൈ വൈബ്രേഷൻ ആണ് നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ എന്തുകൊണ്ട് സമ്പത്ത് നിങ്ങളിൽ ഇല്ല എന്നതിന് ചോദ്യത്തിന് ഉത്തരം ഞാൻ ഇനി പറയണ്ടല്ലോ. നിങ്ങൾക്കല്ല, എന്തുകൊണ്ട് ഒരാൾക്ക് സമ്പത്തില്ല എന്നതിന്റെ ഉത്തരം അവിടെ തന്നെ കിട്ടിയല്ലോ. നിങ്ങളുടേത് ഹൈ വൈബ്രേഷൻ അല്ല എന്നതല്ലേ. ഹൈ വൈബ്രേഷൻ ആകുമ്പോൾ ഹൈ വൈബ്രേഷൻ നമ്മൾ കൂടെ ചേരും, ലോ വൈബ്രേഷൻ ആണ് നമ്മളെങ്കിൽ ലോ വൈബ്രേഷൻ നമ്മുടെ കൂടെ ചേരും അല്ലേ. ഇത് കറക്റ്റ് അല്ലേ? അങ്ങനെയല്ലേ വരുള്ളൂ. നമ്മൾ ലോ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ലോ ആയിരിക്കും, നമ്മൾ ഹൈ ആണ് നമുക്ക് കിട്ടുന്നതൊക്കെ ഹൈ ആയിരിക്കും. അപ്പോ ലോ വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടെങ്കിൽ സമ്പത്ത്, ഹൈ വൈബ്രേഷൻ ആയ സമ്പത്ത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഹൈ വൈബ്രേഷൻ ആയെങ്കിൽ ഹൈ വൈബ്രേഷൻ സമ്പത്ത് നമ്മളിൽ കൂടെ ഉണ്ടാവും. അത് എവിടുന്ന് എന്ത് എന്നൊന്നും ചോദ്യമില്ല, അത് ഉണ്ടാവും അല്ലെ. അങ്ങനെ തന്നെയാണ് സംഭവം. അപ്പൊ ഇന്ന് അതിനെ പറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിലൂടെ എങ്ങനെ സമ്പത്തിനെ ആകർഷിച്ചെടുക്കാം. പണത്തെയും സമൃദ്ധിയെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു മാർഗമാണ് ഇന്ന് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾ മുഴുവൻ കേൾക്കുക, മനസ്സിലാക്കുക, എന്നിട്ട്
പ്രാക്ടീസ് ചെയ്യുക. വെറുതെ വൈബ്രേഷൻ ഒരിക്കലും വാങ്ങിച്ചു കൊണ്ടുവരാൻ ആർക്കും പറ്റില്ല. ഹൈ വൈബ്രേഷൻ വാങ്ങിക്കാനൊന്നും എവിടെയും വിൽക്കുന്ന കാര്യമല്ല, ഇവിടെയും വിൽക്കുന്നില്ല. ഇത് ഉയർത്താനുള്ള മാർഗത്തെ പറ്റിയിട്ട് ഞാൻ ഇന്നിവിടെ പറയുന്നു. അതുപോലെ തന്നെ ഉയർത്താനുള്ള പ്രാക്ടീസുകൾ ഞായറാഴ്ചത്തെ നമ്മുടെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്, 1 മണിക്കൂറുള്ള മെഡിറ്റേഷൻ നമുക്ക് ഞായറാഴ്ച വെച്ചിട്ടുണ്ട്. അത് സമൃദ്ധിയും സ്നേഹവും ഒക്കെ ഉള്ള ഉയർത്താനുള്ള ധ്യാനമാണ് നമ്മൾ ഞായറാഴ്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഞാനൊരു കോഴ്സും കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് പറയാം, ആ കോഴ്സും കൂടി. കാരണം ഇതെല്ലാവർക്കും ആവാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിന് ഉയർത്താനുള്ള കോഴ്സുകൾ തന്നെ ഇവിടുന്ന് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ ഇതിൽ പറയാം. ഇപ്പൊ നമ്മൾ ഞായറാഴ്ചത്തെ വൈബ്രേഷൻ എന്ന് പറയും, നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയാ, നമ്മുടെ മെഡിറ്റേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടു. സമ്പൂർണമായ സമൃദ്ധി ദർശന ധ്യാനമാണ്. സമൃദ്ധി ദർശന ധ്യാനം എന്ന് പറഞ്ഞാൽ ആ സമൃദ്ധിയെ നമ്മൾ കണ്ടിട്ട് അതായി അനുഭവിക്കാനുള്ള 1 മണിക്കൂർ നേരമാണ്. നമുക്ക് വേണ്ട സമൃദ്ധി എന്താണോ അതിനെ നമ്മൾ കാണും. കണ്ടു കഴിഞ്ഞിട്ട് അതിന് കാണാനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളുടെ സമൃദ്ധിയെ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അതിനെ ആ അബൻഡൻസിലേക്ക് നിങ്ങളെ ഇറക്കി കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. അവിടെ നിന്ന് നിങ്ങൾ അത് ഫീൽ ചെയ്ത് റെഡിയാക്കി എടുക്കുന്ന ഒരു ധ്യാനമാണ്. അപ്പോൾ ചേരുന്നവർ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ തന്നെ ചേർന്നോളൂ. ഈ സൺഡേ ആണ്, അതായത് ഇന്ന് 18 ആണ്, 9/20 ആണ്, ഫ്രൈഡേ ആണെന്ന്. നാളെ യൂട്യൂബ് കാണുന്നവരൊക്കെ ശനിയാഴ്ച ആയിരിക്കും കാണുന്നത്. ഞായറാഴ്ച വൈകിട്ട് രാത്രി 9 മണിക്കാണ്. അത് എനിക്കൊരു ആഗ്രഹമുണ്ട്, മോർണിംഗ് ചെയ്തേക്കാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവർക്കും ചേരുന്നവരൊക്കെ മോർണിംഗ് റെഡിയാണെങ്കിൽ മോർണിംഗ് 5:30 or 6 o'clock ചെയ്യാമെന്നുള്ള ആഗ്രഹമുണ്ട്. നല്ലതാണ്, മോർണിംഗ് ചെയ്യുമ്പോൾ ഡബിൾ ബെനിഫിറ്റ് ആണ് ഇത് സാധനം. മറ്റെല്ലാം മെഡിറ്റേഷൻ നേരെ പോയി കിടന്ന് ഉറങ്ങേണ്ട മെഡിറ്റേഷൻ അല്ല ഇത്. പിന്നെ നമ്മൾ ആക്റ്റീവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മോർണിംഗ് ചെയ്യാൻ പറ്റുന്നത് മോർണിംഗ് ചെയ്യാം. അത് ടൈം നമ്മൾ ആൾക്കാർ വരുന്നവരനുസരിച്ച് മാറ്റപ്പെടും. അപ്പോൾ പണത്തെയും സമൃദ്ധിയെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിട്ട് ഇന്നത്തെ ക്ലാസ്സിനെ നിങ്ങൾ തിരിക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, പുതിയതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയെടുക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. സമൃദ്ധി നമുക്കുണ്ടാവണമെങ്കിൽ അതിലേക്കുള്ള കാഴ്ചപ്പാട് നമ്മൾ മാറ്റിയെടുക്കണം. ആ കാഴ്ചപ്പാട് മാറ്റിയെടുക്കുന്നതിലൂടെ മാത്രമാണ് നമ്മൾക്ക് ഉയർന്ന വൈബ്രേഷനിലൂടെ സാമ്പത്തിക സമൃദ്ധി ആകർഷിക്കാൻ കഴിയുക എന്നുള്ളത്. അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. ക്വിക്കായിട്ട് പറയുമ്പോൾ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഈ ക്ലാസ് ആർക്കൊക്കെയാണ് ആവശ്യമെന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത്. നിങ്ങൾ ഈ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്, നിങ്ങൾ നിർബന്ധമായി ഈ ക്ലാസ് മുഴുവൻ കേൾക്കണം. നിങ്ങൾക്ക് സാമ്പത്തികമായി മെച്ചപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് മുഴുവൻ കേൾക്കണം. പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്കുണ്ട്, അത് മാറ്റിയെടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ക്ലാസ് മുഴുവൻ പങ്കെടുക്കണം. ആകർഷണ നിയമത്തിലെ സാമ്പത്തിക കാര്യങ്ങളെ, ആ നിയമത്തിലൂടെ സാമ്പത്തിക കാര്യങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ക്ലാസ് മുഴുവൻ കേൾക്കണം. മാനസികവും വൈകാരികവുമായ തലത്തിൽ സ്വയമായിട്ട് അവനവനെ മെച്ചപ്പെടുത്താൻ, അതായത് നമ്മുടെ മാനസികമായ അവസ്ഥയിലും ഇമോഷണൽ ആയിട്ടുള്ള അവസ്ഥയിലൊക്കെ എന്നെ ഒന്ന് മാറ്റപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ക്ലാസ്സുകൾ ഈ മുഴുവൻ കേൾക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, പൊതുവെ പറയാറില്ല ഇത്തരം കാര്യങ്ങളൊന്നും. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ, ഒറ്റ കാര്യമാണ്, നിങ്ങളുടെ മാറ്റത്തിന് നിങ്ങൾ തന്നെയാണ് തയ്യാറാവേണ്ടത് എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ സാമ്പത്തികം മെച്ചപ്പെടാൻ ഒരാൾക്ക് ആഗ്രഹമില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഇത് ക്ലാസ് കേട്ടിട്ട് ഇതേ കേട്ട് പോകുന്നേ ഉള്ളൂ. പണത്തെക്കുറിച്ച് നെഗറ്റീവ് ചിന്ത എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ഒരാൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ആകർഷണ നിയമത്തിലൂടെ നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ മാറ്റപ്പെടുത്താൻ പറ്റും എന്ന് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളവരില്ലാത്തവരാണെങ്കിൽ പിന്നെ കേട്ടിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. മാനസികവും വൈകാരികവുമായ തലത്തിൽ അവനവനെ മെച്ചപ്പെടുത്തണം, അനാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ പോയി കരയുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് വൈബ്രേഷൻ എന്ന് നിങ്ങളൊന്ന് അറിയണം, അല്ലെങ്കിൽ എന്താണ് ആകർഷണ നിയമം ഒന്ന് ലളിതമായി പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യം എന്നാലും ഒന്നുകൂടി മനസ്സിലാക്കി തരാം. നമുക്ക് ഓരോ വ്യക്തിക്കും ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ടെന്നും അത് നമ്മളുടെ ചിന്തകളുടെയും വികാരങ്ങളെയും ആശ്രയിച്ചാണ് എന്ന് മനസ്സിലാക്കുക. എൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ എൻ്റെ വികാരം, അതിനെ ആശ്രയിച്ചാണുള്ളത്. അപ്പൊ നിന്റെ വൈബ്രേഷൻ ലോ ആണെങ്കിൽ അതിന്റെ ഒറ്റ അർത്ഥമേ ഉള്ളൂ, നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവാണ്, നിങ്ങളുടെ ഇമോഷൻസ് നെഗറ്റീവാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോ വൈബ്രേഷൻ ഉള്ളത്. വയ്യ, പറ്റില്ല, അയ്യോ അങ്ങനെ എന്താണ്, ഞാൻ ചെയ്തത് ശരിയായില്ല, എപ്പോഴും ഇങ്ങനെയാണ് എനിക്ക് സംഭവിക്കുന്നതെന്നല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് അതിന്റെ വൈബ്രേഷൻ ലെവൽ ലോ ആയിരിക്കും. ഇത് ജേർണി ടു ഹാപ്പിനെസ്സിൽ നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വൈബ്രേഷനും മാലിന്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുമുണ്ട്. നമ്മൾ അത് വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, അതിന് വലിയ മാറ്റങ്ങൾ എല്ലാവർക്കും സംഭവിക്കും. ഇപ്പൊ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന മിക്ക ആൾക്കാരും ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എന്റെ മുമ്പിൽ ഇത്രയും സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നത്, അല്ലെ? അപ്പോൾ ലളിതമായി ആകർഷണ നിയമം പറയുന്നത് ഇത്രയേ ഉള്ളൂ, സമാനതകൾ പരസ്പരം ആകർഷിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾ പണത്തിന്റെ
സമാനമായ ഫ്രീക്വൻസി വൈബ്രേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ആ തത്തുല്യമായ പണം ഇങ്ങോട്ട് ആകർഷിക്കും. നിങ്ങൾ 10,000 രൂപയുടെ ഫ്രീക്വൻസിയിലാണുള്ളതെങ്കിൽ, വൈബ്രേഷനിലാണുള്ളതെങ്കിൽ 10,000 രൂപ ഇങ്ങോട്ട് വരും. നിങ്ങൾ 1,00,000 ഫ്രീക്വൻസി ആണുള്ളതെങ്കിൽ 1,00,000 വരും. ഇത് എവിടെ നിന്ന് വരുന്ന പ്രശ്നമല്ല. കാരണം പണം ആർക്ക് പുതിയ ഉണ്ടാക്കുന്നതല്ല, ഇത് ഇവിടെ നിറഞ്ഞിരിക്കുന്ന സാധനമാണ്. ഇതിങ്ങോട്ട് വന്നാൽ ഒഴുകി വെച്ചാൽ നിങ്ങളൊരു പൈപ്പ് ഇട്ട് കൊടുത്താൽ മതി വെള്ളം വലിക്കാനായിട്ട്. ആ പൈപ്പാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് മാത്രം. 5,000 ലോട്ടറി അടിക്കുന്നത് നിങ്ങൾ ഒറ്റയടിക്ക് അടിക്കുക. 5,000 നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നതെങ്കിൽ 5,000 വൈബ്രേഷനാണ് നിങ്ങൾക്കുള്ളത്. അപ്പൊ ആ വൈബ്രേഷൻ അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ ക്ലാസ്സുകളിൽ ഒരു ക്ലാസ് പോലും ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാതെ ഇവിടെ പോയിട്ടില്ല. ലൈവ് ക്ലാസ്സുകളായാലും മറ്റെല്ലാം ഞാൻ പറഞ്ഞു മണി മൈൻഡ് സെറ്റ് മാറ്റുക, മണി മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മാറുമ്പോൾ ഓട്ടോമാറ്റിക് എനർജിക്ക് വേണ്ടി നമുക്ക് പണത്തിനാണ് ആഗ്രഹം. അപ്പൊ നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ എനർജി കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ പറ്റി ഇത് സൈക്കോളജിക്കലായിട്ട് നിങ്ങൾ മണിയെ ആഗ്രഹിക്കുന്നവരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ എനർജി കൂട്ടൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും അതിന് തയ്യാറാവില്ല. കാരണം എന്താ, എന്തിനാണ് ഇത് കൂട്ടുന്നത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ കൂട്ടണേ? അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആവശ്യം പണമായതുകൊണ്ട് പണത്തിന് ആഗ്രഹിക്കൂ, പണത്തിന് വേണ്ടി ചെയ്യൂ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് അർത്ഥം മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഞാൻ ഈ എനർജിയാണ് കൂട്ടാൻ പറയുന്നത് നിങ്ങളോട്. പക്ഷെ പറഞ്ഞില്ലേ, ചൂണ്ടയിടാൻ നിങ്ങൾ ചൂണ്ട വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ചൂണ്ടയിൽ മീൻ കൊളുത്തുവോ? ഇല്ലല്ലോ. അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കൊടുക്കണം. ആ ഇട്ട് കൊടുക്കുന്നതാണ് ഈ മണി എന്ന് സ്ഥിരമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ച്വലി ഞാൻ പറയുന്നത് നിങ്ങളുടെ എനർജി ഉയർത്താനാണ് പറയുന്നത്. അപ്പൊ എനർജി ഉയർത്തുമ്പോൾ ഇതെല്ലാം വരും. പണം വരും, സന്തോഷം വരും, സമാധാനം വരും, ഇതെല്ലാം വരും. എനർജി ഉയർത്തുക. പക്ഷെ ഇതല്ല, എനർജി ഉയർത്തു മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കില്ലെന്ന്. നിങ്ങളെന്നല്ല ഉദ്ദേശിക്കുന്നത്. പൊതുവെ മനുഷ്യൻ നിൽക്കില്ല. കാരണം എന്താ, അവന് ആഗ്രഹം വേറെ ആഗ്രഹത്തിലൂടെയാണ് പോകുന്നത്. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അപ്പോ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റം, നിങ്ങളുടെ ഉള്ളിലുള്ള പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളെ തിരിച്ചറിയുകയും അത് മാറ്റുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എനിക്കൊരിക്കലും പണക്കാരനാവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവനെ ഒരിക്കലും സാധിക്കില്ല. കാരണം അവൻ ആ ഫ്രീക്വൻസി മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഈ വിശ്വാസങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക തന്നെ വേണം. പല ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ എന്ന ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെപ്പറ്റി മാത്രം പറയുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ, ഇനിയിപ്പോൾ വൈബ്രേഷൻ ഉയർത്താനുള്ള മാർഗങ്ങളെ പറ്റിയിട്ട് ഞാനൊരു കോഴ്സ് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഏതിലേക്ക് വേണ്ടി ഉയർത്താന്നല്ല, അതിന്റെ മെയിൻ ഫോക്കസ് ഇതായിരിക്കും. അപ്പൊ ഈ നെഗറ്റീവായ വിശ്വാസങ്ങളെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അഫർമേഷൻ ഗ്രൂപ്പ് നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ പുസ്തകം തന്നെ ഒരു അഫർമേഷൻ പുസ്തകം തന്നെ ഉണ്ടല്ലേ, നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടാവും. വാങ്ങിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. എത്ര പേര് എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്? ഒന്ന് നോക്കിയേ. വാങ്ങിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടല്ലേ, സാറ് പറഞ്ഞു പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാവരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എത്ര ദിവസം എല്ലാ ദിവസവും ആ സമ്പത്തിന്റെ അധ്യായം ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്? എന്താണ് ഇത് സംഭവിക്കുന്നത്? എല്ലാം അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് അല്ലേ? ഓർമ്മയുണ്ട പുസ്തകത്തിന്റെ പേര്? ഒന്ന് ടൈപ്പ് ചെയ്ത്. എന്താ എന്റെ പുസ്തകത്തിന്റെ പേര്? ഞാനേ മറന്നുപോയി അല്ലേ. ഈ പുസ്തകത്തിന്റെ പേരെന്ന് ഇപ്പൊ ഈ പറഞ്ഞ പുസ്തകത്തിന്റെ പേരെന്താണ്? അഫർമേഷൻസിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ, വായിക്കുന്നവർക്ക്? നിങ്ങൾക്ക് തന്നെ അവസ്ഥയാണ്. നിങ്ങൾ അങ്ങനെ മിടുക്കന്മാരായിരിക്കാൻ പാടില്ല. വെറുതെ മേടിച്ച് വെച്ചിട്ട് ബുക്ക് മേടിച്ച് വെച്ചോണ്ട് കാര്യമുണ്ട്. എനിക്ക് കാശ് കിട്ടി അതുകൊണ്ട് കാര്യമുണ്ടാ? പറട്ടെ. ബുക്കിന്റെ പേര് ഓർമ്മയില്ല. സാറിന്റെ ബുക്കാന്ന് സാറിന്റെ കാണാനുണ്ടാവും ഫോട്ടോയിൽ. പക്ഷെ ബുക്കിന്റെ പേരോ ഈ കണ്ടാ, ഞാൻ പിടിച്ചില്ലേ, നിങ്ങളെ കണ്ടുപിടിച്ചില്ലേ? ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാറാത്തത്? നല്ല പാങ്ങ് അത് ഓർമ്മയുള്ളവർക്ക് ആ വൈബ്രേഷൻ അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ആ ഓർമ്മ ഉണ്ടാവുന്നവർക്ക് വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കാണ്. കാരണം ഇത് മുഴുവൻ സമയം ആ വൈബ്രേഷൻ നിൽക്കും. ആ പുസ്തകത്തിന്റെ വൈബ്രേഷൻ നിങ്ങൾ ഓട്ടോമാറ്റിക് എത്തും. ഇപ്പൊ വന്ന എല്ലാവരും ജീവിത വിജയത്തിന്റെ രഹസ്യം, ജീവിത വിജയത്തിന് എന്താണ്? ഞാൻ അഫർമേഷൻ ഒന്നും ആ പുസ്തകത്തിന് പേരിട്ടില്ലല്ലോ. ജീവിത വിജയത്തിന്റെ രഹസ്യം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ മക്കളെ. അല്ലാതെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ഇത് രഹസ്യം തന്നെയാണ്. ടോപ്പ് സീക്രട്ട് ഓഫ് ലൈഫാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ പണം എനിക്ക് പറയാൻ എളുപ്പമല്ലേ, എനിക്ക് പണക്കാരനാവുന്നില്ല, എനിക്ക് ലോട്ടറി ഒന്നും അടിക്കില്ല, എനിക്ക് പണക്കാരനാവില്ല, പൈസ എൻ്റെ കയ്യിൽ നിൽക്കൂലെന്നേ. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. അതിനൊന്ന് മാറ്റി പിടിച്ച് പറയാൻ പറ്റി നോക്ക്. വളരെ അത്ര എളുപ്പമല്ല. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ചെയ്യുന്നവർക്ക് അതിന്റെ മാറ്റം ഉണ്ട്. അപ്പോ വിശ്വാസങ്ങളെ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ സ്വാധീനിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. നെഗറ്റീവ് വിശ്വാസങ്ങളെ നമ്മൾ മനസ്സിലാക്കിയാൽ അതിനെ പോസിറ്റീവ് ആക്കണം. ആദ്യം നമുക്ക് നെഗറ്റീവ് എന്താണെന്ന് തിരിച്ചറിയാൻ
എന്താണ് ഞാൻ പറയുന്നതിൽ നെഗറ്റീവ്, എന്താണ് ഞാൻ പറയുന്നത് പോസിറ്റീവ്, എന്താണ് ഞാൻ പറയുന്നത് നെഗറ്റീവ് എന്ന് മനസ്സിലാക്കിയാൽ ഉടനെ അതിന് പോസിറ്റീവ്. ഞാൻ പലവട്ടം നിങ്ങൾ ക്ലാസ്സിലെ ആൾക്കാർ സംസാരിക്കുമ്പോൾ അതെന്തിനാ അങ്ങനെ പറഞ്ഞത്, അത് ഇങ്ങനെ പറഞ്ഞാൽ പോരെ എന്ന് തിരുത്തി തരുന്നതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് വാക്കുകൾ അതിനകത്ത് വരുന്നുണ്ടാണ്. പിന്നെ വൈബ്രേഷൻ ഉയർത്തുന്നതിന് ഏറ്റവും ലളിതമായ 5 കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇത് നിങ്ങൾ എന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം, ഈ 5 കാര്യങ്ങൾ നിത്യവും പ്രാക്ടീസ് ചെയ്താൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ വൈബ്രേഷൻ ഉയരും. ഏത് വൈബ്രേഷൻ? നിങ്ങൾക്ക് വേണ്ട വൈബ്രേഷൻ ഉയരും. ഉയരുന്നതിനെ പറ്റിയല്ലേ പറയണ്ടു, താഴ്ന്നതിനെ പറ്റി. നിങ്ങൾ ഈ 5 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ആ വൈബ്രേഷൻസിൽ കൂടും. ഈ 5 കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾ വൈബ്രേഷൻ താഴോട്ട് പോകും. എന്ന തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് വൈബ്രേഷൻ ഉയരണോ താഴണോ? ഉയരണോ താഴണോ? ജസ്റ്റ് ചോദ്യം. കൂടണോ കുറയണോ? നിങ്ങൾ നിലവിലെ വൈബ്രേഷൻ കൂടാനാണ് ആഗ്രഹമെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. കുറയാനാണ് ആഗ്രഹമെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, നോക്കട്ടെ. കൂടണമെങ്കിൽ നിങ്ങൾ 5 കാര്യങ്ങൾ ലളിതമായി പ്രാക്ടീസ് ചെയ്യാതെ, കുറയണമെങ്കിൽ ഈ 5 കാര്യം ചെയ്യാതിരുന്നാൽ മതി. ചെയ്യരുത്, 5 കാര്യം ദയവ് ചെയ്ത് ചെയ്യരുത്. അപ്പൊ നിങ്ങൾ കുറയും കേട്ടോ. ആർക്കും അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ, അത് വളരെ ലളിതമാണ്. ഒന്നാമത്തെ കാര്യം ആണ് നന്ദി പറയുക എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കാര്യത്തെ പറ്റിയിട്ട് എത്ര പേര് ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്? എനിക്കത് ഉണ്ടല്ലോ, സന്തോഷം സന്തോഷം എന്ന് പറയാൻ പറ്റുന്ന എത്രയുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കുട്ടി മാറിയതിന്റെ ഒറ്റ പോയിന്റ് ആയിരുന്നു. ഞാൻ മിനിയാന്ന് ആ കുട്ടിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, 2 പേപ്പറിൽ നീ നന്ദി എഴുതി വെക്കാൻ, എല്ലാ കാര്യത്തിലും നന്ദി എഴുതി വെക്കാൻ പറഞ്ഞു. അവർ 2 പേജ്, ഒരു പേജ് എഴുതിയിട്ടുള്ളൂ, ഒറ്റ പേജിൽ എഴുതാനുള്ളൂ. ആ ഒറ്റ പേജ് എഴുതിയതിന്റെ ഒന്നാമത്തെ റിസൾട്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഞാനിവിടെ സോൾട്ട് വാട്ടറിൽ ഇട്ട മാത്രമല്ല, ആ കുട്ടിയോടെ അതുവരെ ഞാൻ അറിയില്ലായിരുന്നു നന്ദി പറയാൻ. നന്ദി പറഞ്ഞപ്പോൾ ഒറ്റ ഒരു ദിവസം കൊണ്ട് മാറി. നന്ദി പറയൽ നിങ്ങൾ അത്ര എളുപ്പമായിട്ട് ഈസി ആയിട്ട് കരുതണ്ട, അത്ര ലളിതമായി കരുതുക, വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിനകം ഉള്ള കാര്യത്തെക്കുറിച്ച് നന്ദി പറയും. ഉള്ളതെന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് ഇല്ലാത്ത എന്താ ഉള്ള ഇവിടെ എല്ലാം ഉണ്ട്. അത് വൈബ്രേഷൻ ഉയർത്തും എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അത് വളരെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ചിന്തകളും വാക്കുകളും. പോസിറ്റീവായിട്ട് സംസാരിക്കുകയും പോസിറ്റീവായി തന്നെ മറ്റുള്ളവരുടെ കേൾക്കുകയും ചെയ്യുക എന്ന് 2 കാര്യമുണ്ട്. പോസിറ്റീവായി സംസാരിക്കുക, പോസിറ്റീവായി തന്നെ കേൾക്കുക. ആ കേൾവിയിൽ ഓരോ കാര്യം കേൾക്കുമ്പോഴും അതിന്റെ പോസിറ്റീവ് വശത്തെ മാത്രം സ്വീകരിക്കുക. പറയുമ്പോഴും പോസിറ്റീവ് മാത്രം പറയും. അതിനാണ് നമ്മൾ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്നുള്ള 105 ദിവസത്തെ പ്രാക്ടീസിന്റെ പുസ്തകം തന്നിട്ടുള്ളത്. എന്താ? ഈ ഒരു ദിവസം നിങ്ങൾ ഒരു പേജ്, ഒറ്റ പേജ് വായിച്ചാൽ മതി. അതിൽ അന്നത്തെ പോസിറ്റീവ്നെസ് നമുക്കുണ്ടാവും അല്ലേ? നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. അന്നത്തെ പോസിറ്റീവ്നെസ് എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ്. രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോൾ നിങ്ങൾ നന്ദി പറയാനിരിക്കുമ്പോൾ ജസ്റ്റ് അഫർമേഷൻ പുസ്തകം എടുക്കുക, 4 നന്ദി അല്ലെങ്കിൽ നിങ്ങൾ നന്ദി എഴുതി വെക്കുക. എന്നിട്ട് അടുത്ത മാക്സിമം എടുത്ത 2 മിനിറ്റ് സമയം എടുക്കുള്ളൂ. ഒരു പേജ് ഓപ്പൺ ആക്കാൻ ചെറിയ 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 വാക്കുകളേ ഉള്ളൂ അതിനകത്ത്. ഒരു മാക്സിമം പോയാൽ 2 പാരഗ്രാഫ് അത്രയേ ഉള്ളൂ. ആ കാര്യം ഒന്ന് വായിക്കുക, മനസ്സിൽ വെക്കുക. ഓക്കെ, കഴിഞ്ഞു. ഇത്ര മാത്രം ചെയ്താൽ മതി. 2 കാര്യങ്ങൾ അവിടെ ഒറ്റയടിക്ക് നടക്കും. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേൾക്കുന്നതൊക്കെ പോസിറ്റീവ്. നെഗറ്റീവായ കാര്യങ്ങൾ ലോകത്തില്ല എന്നല്ല ആൾക്കാർ പറയുന്നുണ്ടാവും. പക്ഷെ അത് കേൾക്കണോ കേൾക്കണ്ടേന്ന് തീരുമാനിക്കാൻ കഴിവുണ്ടല്ലോ. ഇങ്ങനെ ചെവി വെച്ച് കൊടുക്കണല്ലോ. പറഞ്ഞു എന്നെ കടിച്ചോ, എന്റെ ചെവി കടിച്ചോ എന്ന് പറഞ്ഞാൽ ആരും നിൽക്കൂലല്ലോ. ആവശ്യമുള്ളത് മാത്രം കേൾക്കുക. മറ്റുള്ളവർ ഇപ്പൊ കുറെയൊക്കെ നിങ്ങളെല്ലാം നിർത്തിയില്ലേ? അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? അയൽവാസിയുടെ ആള് ആണോ, ഓ, പിന്നെ ഞാൻ ഇവിടെ ഓൺലൈൻ നമ്മൾ ക്ലാസ്സിൽ ലൈവായിട്ട് കേൾക്കുന്നുണ്ടല്ലേ, പറഞ്ഞ ആണോ, ഓടി അങ്ങനെ സംഭവിച്ചോ, ഷോ, അയ്യോ, ഇങ്ങനെ അങ്ങ് പോവും. എവിടേക്കാ? ഇങ്ങനെ പറയും. എന്ത് സുഖം അറിയുന്നത്. ഇങ്ങനെ എന്താ പറയുക, ഒരു ശർക്കര പായസം കുടിച്ച പോലെ സന്തോഷമാണ് മറ്റുള്ളവരുടെ സങ്കടം ഇങ്ങനെ കേൾക്കുമ്പോ. ഇപ്പൊ അതൊക്കെ നിർത്തി കുറച്ച് കാലം. ഒന്നാമത് ഇപ്പൊ ആൾക്കാർ വിളിക്കുന്നില്ല, പറയാനില്ല എന്നുള്ളത്. കാരണം നിങ്ങളെ വിളിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണേ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറയാൻ ആൾക്കാർ വിളിക്കുന്നില്ലേ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങളുടെ വൈബ്രേഷൻ ഉയർന്നു, അവരിൽ നിന്ന് ഉയർന്നു. അതുകൊണ്ട് അവർക്ക് വിളിക്കാൻ പറ്റില്ല. വിളിച്ചാലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. ഇത് ഇപ്പോഴും നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നു എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒട്ടും മാറിയിട്ടില്ല. എളുപ്പത്തിൽ പറഞ്ഞാൽ അല്ലെ, വളരെ കൃത്യം. ഇപ്പൊ അത് ഒന്നാമത് അവർക്ക് വിളിക്കാനേ നിങ്ങൾ ഉയർന്നിട്ടുണ്ട്, പിന്നെ അവർക്ക് വിളിക്കാൻ പറ്റില്ല. വിളിച്ചാലോ നിങ്ങൾ സംസാരിക്കില്ല. ആണോ, ശരി, ഓക്കെ കേട്ടോ, കറക്റ്റാ, അത് ശരിയാ, നീ അതൊന്ന് വേണ്ട പോലെ ചെയ്യട്ടോ എന്നും പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കും. മറ്റേതാകുമ്പോ എന്താ, ഓഹോ, എനിക്കത് ആലോചിക്കുമ്പോഴേ അത് ചിലർ സംസാരിക്കും, കേൾക്കുമ്പോഴേ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും പോയി, കൈവിട്ട് കൺട്രോൾ പോയി സംഭവം എന്ന് പറയും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. ഇത് കേൾക്കുന്നതും പറയുന്നതും രണ്ടും ഒരേപോലെ ബാധകമാണ്. അതുപോലെ തന്നെ സ്വയം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. അവനവരോട് സംസാരിക്കുന്ന രീതിയും മറ്റുള്ളവർ സംസാരിക്കുന്ന രീതിയും ഒക്കെ നമ്മൾ ശരിക്കും വൈബ്രേഷൻ സ്വാധീനിക്കുന്നു. അത് മാറ്റണം. മൂന്നാമത്തെ കാര്യം,
നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. നെഗറ്റീവ് വികാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും സന്തോഷം, സ്നേഹം, സമാധാനം തുടങ്ങിയ ഉന്നതമായ വികാരങ്ങൾ വളർത്തുകയും ചെയ്യണം. എന്തുകൊണ്ടാണെന്നറിയോ? നെഗറ്റീവായ വികാരങ്ങൾ ഉണ്ടാവും, ഇല്ലാത്ത മനുഷ്യരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അത് മനുഷ്യനല്ല, മറ്റെന്തോ ആണ്. ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റണം. അത് ഉണ്ടാവുന്ന സമയത്തും എനിക്കത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാണാസ്റ്റോണും ഒക്കെ സാധനങ്ങൾ തന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നുണ്ടോ? എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല, അയ്യോ അങ്ങനെ സംഭവിക്കുന്നു, ഉടനെ പോയിട്ട് ഈ സാധനം എടുത്തോളൂ, കൈ പിടിച്ചോളൂ, അപ്പോഴത് പോകും. കാരണം എന്താ? ഇതിനകത്ത് നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള പോസിറ്റീവ് വികാരങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സാധനം നിങ്ങളിലേക്ക് കയറും. വളരെ കൃത്യമാണ് ഇപ്പോ പറഞ്ഞത്. ആരോടും കൂടുതൽ മിണ്ടുന്ന എനിക്കിപ്പോ ഇഷ്ടമല്ല. കറക്റ്റാണ്, സംസാരിക്കാൻ തോന്നുകയില്ല. നിങ്ങൾ ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് വരുമ്പോൾ സംസാരം കുറയും. ആൾക്കാർ മിണ്ടുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മുടെ ജേണി ടു ഹാപ്പിനെസ് ക്ലാസ്സിൽ വന്ന് പങ്കെടുത്ത ആൾക്കാരോട് ആദ്യം ഒച്ചപ്പാടും ബഹളവുമായിട്ട് സോറി അതാണ് ഇതാണ് അങ്ങനെയാണ് പറഞ്ഞു വരും. ഒരു 10-15 ദിവസം പ്രാക്ടീസ് ചെയ്ത് പിന്നെ ചോദിച്ചാൽ മനസ്സിലായോ, ആണോ, സന്തോഷാണോ, സ്നേഹം, ദുഃഖമുണ്ടോ, എല്ലാം ഇതാണ്. പിന്നെ വാക്കില്ല, പുറത്തോട്ടില്ല വാക്ക്. കാരണം വാക്ക് താഴോട്ട് പോയി, പിന്നെ പറയാനൊന്നും കൂടുതലില്ല. ഈ പ്രാക്ടീസാണ് ഏറ്റവും വലിയ. ഹൈ എനർജി ആകുമ്പോൾ നമ്മളിലേക്ക് ഇങ്ങനെ എനർജി ഇങ്ങനെ പിടിച്ചു നിർത്തും. അതാണ് ഈ യോഗീശ്വരന്മാരും സിദ്ധം ഇവർക്കൊക്കെ ഏറ്റവും ഹൈ എനർജി ഉണ്ടാകുന്നത്. അവർ സംസാരം വളരെ കുറവാണ്, വളരെ കുറവ്. അപ്പോൾ അത് അതിനെപ്പറ്റിയൊക്കെ വൈബ്രേഷൻ ആ ക്ലാസ്സിൽ ഞാൻ കൃത്യമായി പഠിപ്പിക്കാൻ പോവുകയാണ്. അത് വരാൻ പോകുന്ന ക്ലാസ്സാണ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോ വികാരങ്ങൾ നിയന്ത്രിക്കേണ്ടത് വളരെ ഇതാണ്. അപ്പോൾ പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശാരീരികമായ ആരോഗ്യം. ശാരീരിക ആരോഗ്യം പരിപാലിക്കേണ്ടത് നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. എങ്ങനെ ശാരീരിക ആരോഗ്യം? ഇത് മാത്രമല്ല, വെട്ടി വിഴുങ്ങിയല്ല ആരോഗ്യം ഉണ്ടാക്കുന്നത്. വ്യായാമം, ഉറക്കം, ശരിയായ ഭക്ഷണം, ഇത് കൃത്യമായി പാലിക്കണം. കൃത്യമായ ഭക്ഷണവും കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും മൂന്നും ഈക്വൽ ആയിരിക്കണം. അപ്പൊ 6 മണിക്കൂർ ഉറങ്ങുന്ന 6 മണിക്കൂർ ഭക്ഷണം കഴിക്കണം എന്നല്ല കേട്ടോ ഈ പറഞ്ഞത്. കൃത്യമായിരിക്കണം, അങ്ങനെ എടുക്കരുത്. അപ്പോൾ 6 പറഞ്ഞത് 6 മണിക്കൂർ ഉറങ്ങണം എന്ന് വെച്ചാൽ 6 മണിക്കൂർ ഭക്ഷണം കഴിക്കണം അങ്ങനെയല്ല പറഞ്ഞത്. ആവശ്യത്തിന് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും കേട്ടോ, അതുകൊണ്ട് പറഞ്ഞത്. അങ്ങനെയല്ല, ആവശ്യത്തിന് മിതമായ ഭക്ഷണം, നല്ല വ്യായാമം, നല്ല ഉറക്കം, ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ വേണ്ടത്. അപ്പൊ ശാരീരിക ആരോഗ്യം ചെല്ലിക്കണം വളരെ. 5-ാമത്തെ ഒറ്റ പോയിന്റ് പറഞ്ഞു പോകാം. മെഡിറ്റേഷൻ. മനസ്സിനെ ശാന്തമാക്കാനും ഉയർന്ന വൈബ്രേഷൻ നിലനിർത്താനും മെഡിറ്റേഷൻ നിർബന്ധമായ കാര്യമാണ് എന്നുള്ളത് വളരെ 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 ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അപ്പൊ ഇത് വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടെ, മറ്റൊരു കാര്യം, കൃത്യമായി പണത്തെ ആകർഷിക്കാനുള്ള ചില പ്രായോഗികമായ ടിപ്പും കൂടി പറഞ്ഞു വരും. 4 പോയിന്റ്സും കൂടി പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കും. പണത്തെ ആകർഷിക്കാൻ നിങ്ങൾ നിത്യവും ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഉടനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു 4 പോയിന്റുകൾ പറയാം. ഒന്ന് പറഞ്ഞു തന്നെയാണ്, നിങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കാത്തിടത്തോളം കാലം പണം നിങ്ങളിലേക്ക് വരില്ല. ഇപ്പൊ ഞാൻ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പോസിറ്റീവായിരിക്കണം, നിങ്ങൾക്ക് വേണ്ടാത്തതിനെ പറ്റി ചിന്തിക്കണ്ട, ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യത്തെ പറ്റി പറഞ്ഞപ്പോ എന്റെ പിത്തസഞ്ചിയിൽ കല്ലുണ്ട്. അതിനിപ്പോ ആരിവിടെ പിത്തസഞ്ചിയിലെ കല്ലെടുത്ത് മാറ്റും? ആരും മാറ്റൂലല്ലോ. ഈ പറഞ്ഞതൊന്നും അല്ലല്ലോ എന്റെ തലയിൽ കയറിയത്. എന്റെ തലയിൽ പ്രധാനം ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്റെ പിത്തസഞ്ചി. ഈ പിത്തസഞ്ചി കല്ലുണ്ടാകുമ്പോ എന്നിട്ട് സമ്പത്തിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇതാണ് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പറഞ്ഞതൊന്നും നമ്മൾക്ക് വിഷയമല്ല. നമ്മുടെ വിഷയം പിത്തസഞ്ചിയാണ്. എന്നാൽ പിത്തസഞ്ചിയിലെ കല്ല് പോകുന്നതിനെ പറ്റി പറഞ്ഞു അല്ല, ഉണ്ട്, അവിടെ സ്ഥാപിച്ചു, ഉണ്ട് എന്നുള്ള വാക്കുകൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ഓക്കെ, വളരെ സൂക്ഷിക്കണം. റംലത്തെ ഉണ്ടാവും, അതിന് മരുന്നെടുക്കുക, അതിന് മാറ്റാട്ടോ, അതിന് പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഗുണമൊന്നുമില്ലല്ലോ, അതിനെടുത്ത് കളയേണ്ട സാധനമല്ലേ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പണം ആകർഷിക്കാനെന്ന് വെച്ചാൽ നമ്മൾ സാമ്പത്തിക മെച്ചപ്പെട്ടു എന്ന് സങ്കല്പിക്കാനും അനുഭവിച്ചറിയാനും സാധിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് സാമ്പത്തികമായിട്ട് ഉണ്ട് എന്ന് തീരുമാനിക്കുന്ന നമ്മുടെ തന്നെ അസംഷൻ അല്ലേ, നമ്മുടെ തന്നെ നമ്മുടെ അനുഭവം അല്ലേ ഇത് പറയുന്നത്. ആ അനുഭവം നമ്മൾ ഉണ്ടാക്കണം, വിശ്വസിക്കണം. എനിക്കത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് എന്താ കുഴപ്പം? ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പമില്ല? ആർക്കും കൊടുക്കണ്ടല്ലോ. കൊടുക്കുമ്പോൾ ചോദിച്ചാൽ പറഞ്ഞു, അയ്യോ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ, ഇന്നിപ്പോ രാവിലെ ദേ ഇപ്പൊ പോയതേ ഉള്ളൂ കേട്ടോ എന്ന് പറയാൻ പറ്റുമല്ലോ അല്ലെ? നമുക്കിപ്പോ ഒരാളുടെ സംസാരിക്കുമ്പോൾ ഞാൻ 5 കോടിയുടെ ഇവിടെ ഒരു പ്രോപ്പർട്ടിനെ പറ്റിയൊക്കെ ആലോചിച്ചെല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ, അപ്പൊ പിറ്റേ ദിവസം ഇവനോട് കുറച്ച് കടം മേടിക്കാന്ന് മറ്റു കേൾക്കുന്നവൻ വിചാരിക്കും.
വിചാരിക്കും. അപ്പൊ അവൻ വ്യത്യാസം എടാ ഒന്ന് എടി നീ ഒരു 50,000 രൂപ കടം എനിക്ക് തരാമോ, നിന്റെ പൈസ ഉണ്ടല്ലോ, നീ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അയ്യോ എന്റെ ഇല്ലല്ലോ എന്ന് പറയുമ്പോ, അല്ല നീയല്ലേ പറഞ്ഞു ഇന്നലെ ഉണ്ട്. ആ അതോ, ഈ രാവിലെ ഇപ്പൊ ഞാനത് വേറൊരാൾക്ക് കൊടുത്തിട്ടു, നീ 1 മണിക്കൂർ മുമ്പ് പറഞ്ഞാൽ കിട്ടുമായിരുന്നു, 1 മണിക്കൂർ മുമ്പേ പറഞ്ഞാൽ കിട്ടുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ കൊടുത്തു, ഇനിയിപ്പോ അവൻ തരുന്നത് വരെ വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ. അവന് അത്യാവശ്യം ഉണ്ടായിരുന്നേ എന്ന് പറഞ്ഞ് എന്തപ്പോ കുഴപ്പം? കള്ളം പറയാൻ പാടില്ല അല്ലേ? അല്ലേ? സത്യസന്ധമായിട്ട് ജീവിക്കുള്ളൂ അല്ലേ? അപ്പൊ സത്യസന്ധമായിട്ട് ആ പൈസ കൊടുത്തിട്ട് കിട്ടാതിരുന്ന കരയുന്ന സത്യസന്ധമായിരിക്കും. വൈബ്രേഷൻ ഇങ്ങനെയാണ് നിർത്തുക, കള്ളല്ലത്. നിങ്ങൾക്ക് നിങ്ങളെ വൈബ്രേഷൻ നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് അത് പറയും, അയ്യോ ഇല്ലട്ടോ എന്നെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വൈബ്രേഷൻ കൂടുകയോ കുറയോ? നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് അറിയാത്തതുകൊണ്ട് അത് ഇങ്ങനെ, ഞാൻ അങ്ങനെ പറയണമെന്നല്ല, അതിന് മറ്റു പല മാർഗങ്ങളുണ്ട്, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞുതരാം. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ അതിന് സങ്കല്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. ദിവസവും അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ സമ്പന്നനാണ്, ഞാൻ പണക്കാരനാണ്, പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എനിക്ക് ഒരു കുഴപ്പമില്ല, ആവശ്യത്തിനനുസരിച്ച് എനിക്ക് പണം എന്നിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, പണം എന്ന് വരുന്നത് എന്നെ പല വഴികളിലൂടെ, പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ പണം എന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു നടന്നൊക്കെ നിങ്ങൾ പോകുന്നിടത്തൊക്കെ പണം വരുന്നത് കാണാൻ പറ്റും. പിന്നെ ഇത് രണ്ടും വളരെ കൃത്യമായിട്ട്. മൂന്നാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, പണം സന്തോഷത്തോടെയും ശ്രദ്ധയോടെയും ചെലവഴിക്കുന്നതിനെ പറ്റിയിട്ട് ശ്രദ്ധാപൂർവം ചെയ്യുക, അല്ലെങ്കിൽ ചെലവഴിക്കുന്നതിൽ ശ്രദ്ധിക്കുക. എവിടെയാണ് കൊടുക്കുന്നത്, എന്തിനാണ് കൊടുക്കുന്നത്, പൂർണ്ണ ബോധത്തോടെ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കുക. ഇപ്പൊ എന്താ ചെയ്യുന്ന അറിയോ? സാധനം എന്താ, എത്ര ഉള്ളിയുടെ വില ചോദിക്കുകയാണ്, ഉള്ളിയുടെ മറുപടി കേൾക്കുന്നില്ല. തക്കാളി വില എത്ര? കഴിഞ്ഞു. എത്ര ഇപ്പൊ ടോട്ടൽ എത്രയായി? തക്കാളി 1 കിലോ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടാണ്, 1 കിലോ തക്കാളിയുടെ വില 40, 1 ഉള്ളിയുടെ വില 38 രൂപ. അവൻ മൊത്തം പറഞ്ഞു 96 രൂപ കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, 96 കൊണ്ട് പോയി. മൊത്തം എത്രയായി? 40ഉം 38, 78 രൂപയായി കഴിഞ്ഞു. അവൻ 96 പറഞ്ഞു, നമ്മൾ 96 അടച്ചിട്ട് പോയി. നമ്മൾ ഈ കൊടുത്തതിനെപ്പറ്റി മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. കൊടുത്ത പൈസയിലല്ല തെറ്റ്, അതിന് ആ പോയ പൈസനെ മൈൻഡ് ചെയ്തിട്ട്, അതായത് ഇങ്ങനെ കയ്യിലേക്കുന്ന വെറുതെ ഇങ്ങനെ എറിഞ്ഞു പോകൂലേ പോടാ എന്നും പറഞ്ഞ്, ആ മെന്റാലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്തത്. ഗൂഗിൾ പേ വന്നപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ അവസ്ഥ ഇതാണ്. ഒന്നും ആലോചിക്കില്ല, കൊടുക്കുന്ന പൈസ 1 മിനിറ്റ് എത്രയായി? 78 രൂപ, അല്ലെങ്കിൽ 98. ഓക്കെ, 98 തന്നെ കൊടുത്തോളൂ, 98 തന്നെ കൊടുത്തോ. സന്തോഷത്തോട് 98 അല്ലേ, സന്തോഷത്തോടെ ആ പൈസയോട് പറയുക, നീ പോയിട്ട് 960 എൻ്റെ അടുത്ത് തിരിച്ചു വരൂ, അല്ലെങ്കിൽ 980 രൂപയായിട്ട് തിരിച്ചു വരൂ എന്ന് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ശ്രദ്ധാപൂർവം കൊടുത്തു നോക്കൂ. പണത്തിന്റെ എനർജി അവിടെ മാറുന്ന കാണാം. പിന്നെ നിങ്ങളിൽ പോകുന്ന പണത്തിന് ഓരോ രൂപയും സന്തോഷം കൊണ്ടുവരും നിങ്ങൾക്ക്. അതെ, ഓരോ രൂപയും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ ചെലവഴിക്ക് ശ്രദ്ധിച്ചാൽ. ഇനി നാലാമത്തെ കാര്യം കൂടി പറഞ്ഞു പോയിട്ട് അവസാനിപ്പിക്കാൻ ഞാൻ. നിങ്ങൾ ഗീവിങ് എന്ന് പറയുന്നത് ഒരിക്കലും മടി കാണിക്കരുത്. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നമ്മുടെ വൈബ്രേഷൻ ഉയർത്തുകയും നമ്മൾ സമൃദ്ധിയുള്ള ആളാണ്, ഞാൻ പണക്കാരനാണെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ പറ്റും. 1 രൂപ കൊടുത്തോളൂ. 1000 ചോദിച്ചു വന്നവന് 1 രൂപ കൊടുത്താലും നമ്മളുടെ ഫീലിംഗ്, ഞാൻ കൊടുത്തല്ലോ, എനിക്ക് സമൃദ്ധി, എനിക്ക് പണക്കാരന്റെ സ്വഭാവമുണ്ട്, ഭാവമുണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് ആ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും കൊടുക്കണം. കൊടുക്കുന്നതിൽ ഒന്നും ഒരു പഞ്ഞും കാണിക്കണ്ട. നിങ്ങൾക്ക് എത്ര കൊടുത്താലും അതിന് 10 ഇരട്ടി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി കുറച്ച് പൈസ എടുത്തു വെച്ചോളൂ, എന്നിട്ട് തന്നോളൂ. ഞാൻ സന്തോഷത്തെ സ്വീകരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വരാനായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അല്ലെ, കൊടുത്തുകൊണ്ടേയിരിക്കാന്നല്ലേ പറഞ്ഞേ? കൊടുത്തുകൊണ്ടേയിരിക്കും. തമാശ അല്ലേ? ഞാൻ ശരി എനിക്ക് കേൾക്കണം എന്നല്ല ഈ പറഞ്ഞത്. 1 രൂപ കൊടുക്കുന്നോ, സന്തോഷത്തോട് കൊടുക്കും. 1 രൂപ എന്ന് പിടിച്ചോ. 100 രൂപ ചോദിച്ചോ, ആ 100. ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. 10,000 രൂപ എന്നോട് കടം ചോദിച്ചാൽ ഞാൻ പറയും, 10,000 രൂപ കടം ചോദിച്ചാൽ എൻ്റെ തൽക്കാലം ഇല്ലട്ടോ, ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് എൻ്റെ ഉള്ള പൈസ ഞാൻ അയച്ചു തരാം കേട്ടോ എന്ന് പറയും. എന്നിട്ട് ഞാൻ 2,000 3,000 അയാൾക്ക് കൊടുക്കും. അത്ര അത്യാവശ്യമുള്ളവരേക്ക് ചോദിക്കുന്നത് 2,000 3,000 കൊടുക്കും. കൊടുത്തിട്ട് ഈ പൈസ ഇപ്പൊ എൻ്റെ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് തരാൻ കേട്ടോ, തന്നു തിരിച്ചൊന്നും തരണ്ട കേട്ടോ, നിങ്ങൾ എടുത്തോളൂ. എന്ത് സന്തോഷമായിരിക്കും ആ മനുഷ്യന്നറിയോ? അയാളുടെ കാര്യം കഴിഞ്ഞു എന്നല്ല, പക്ഷെ കൊടുക്കുന്ന നമുക്ക് തോന്നും, എൻ്റെ ഉണ്ടായിട്ടല്ലേ കൊടുത്തത്, കൊടുത്തു. അവർക്ക് സന്തോഷം വന്നു, തിരിച്ചു കൊടുക്കണ്ടല്ലോ, ഇനിയിപ്പോ ടെൻഷൻ ഇല്ല, അത് തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞ് തന്നെ കൊടുത്തു നോക്കൂ. വലിയ മാറ്റം അവിടെ സംഭവിക്കും. നിങ്ങൾ ഫുള്ള് കൊടുക്കണമെന്നില്ല, 1 രൂപ കൊടുത്തു സന്തോഷത്തോടുകൂടി. അപ്പൊ കൊടുക്കാൻ ഒരിക്കലും മടി കാണിക്കരുത് എന്നുള്ളത് വളരെ സന്തോഷം. മറ്റുള്ളവർ കൊടുക്കുന്നത് എങ്ങനെ
നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾ ഉയർത്തുന്ന സാധനമാണ് നിങ്ങൾ സ്വയം പണക്കാരനാകും. അപ്പൊ ഇത്രയും കാര്യത്തെ നിങ്ങൾ വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഇതിന് ഒന്നുകൂടി ഇപ്പൊ ലളിതമായിട്ട് ഞാൻ മെഡിറ്റേഷൻ ഇതിന് വേണ്ടിയിട്ട് വെൽത്ത് മെഡിറ്റേഷൻ നമ്മുടെ മെഡിറ്റേഷൻ ഞായറാഴ്ച ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ വൈബ്രേഷൻ ഉയർത്തുന്ന ഒരു ഫുൾ മുഴുനീള കോഴ്സും തന്നെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ സമൃദ്ധി ധ്യാനത്തിൽ വന്ന ആൾക്കാരെ മാത്രമേ അതിൽ പങ്കെടുപ്പിക്കുള്ളൂ. ആദ്യം നിങ്ങൾക്ക് തന്നെ ഞാൻ തന്നുകൊണ്ടിരിക്കുന്ന കാശ്, നിങ്ങൾക്ക് വേണ്ടി കാശ് ഞാൻ കാശ് തന്നെ തരണം, ഇങ്ങനെ പറഞ്ഞാൽ പോരെ, നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളേ, നിങ്ങൾക്ക് കാശ് തരും, നിങ്ങൾക്ക് കാശ് തരാം. കോഴിക്കോട് പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് കാശ് തരാം കേട്ടോ. എല്ലാവർക്കും ഒരു സാധനം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അന്ന് അതിന്റെ കൂടെ പണം ഉണ്ടാവും. നിങ്ങൾക്ക് പണം ചിങ്ങമാസം അല്ലേ, ചിങ്ങം 1-നാണ് നമ്മുടെ പരിപാടി അല്ലെ, ചിങ്ങമാസം ഇരിക്കട്ടെ, സമൃദ്ധിയുടെ മാസമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോ സമൃദ്ധി ദർശന ധ്യാനത്തിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ, അത് ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ വൈബ്രേഷൻ ഉയർത്തുന്ന കോഴ്സ് ഉടനെ വരും. ഞാനത് ഫുള്ള് ഇപ്പൊ നേരം ഫുള്ള് റെക്കോർഡ് ചെയ്ത് റെഡി ആയതിനു ശേഷം മാത്രമേ ക്ലാസ് അനൗൺസ് ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ സമയത്തും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല, ലൈവ് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ റെക്കോർഡിംഗ് തരുന്നുണ്ട്, ലൈവും രണ്ടും തരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കോഴ്സ് അനൗൺസ് ചെയ്യും. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ പോവുക. സിന്ധു ഒറ്റ കാര്യം, കോഴിക്കോട് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ ടെൻഷൻ അടിക്കുന്നത്? വരാൻ പറ്റില്ലെങ്കിൽ വരാൻ പറ്റില്ല, കഴിഞ്ഞു. ആർക്കപ്പോ കുഴപ്പമില്ല, എന്തിനാണ് ഇപ്പൊ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾക്ക് വരാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, വരാൻ പറ്റില്ല. അതിപ്പോ ടൈപ്പ് ചെയ്തിട്ട് എന്നെ അറിയിച്ചുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? എനിക്കിപ്പോ നിങ്ങൾക്ക് വരണം, നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഞാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ, ഞാൻ തീരുമാനിക്കും. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് വരുത്താനുള്ള വഴികളെല്ലാം ഞാൻ ചെയ്തു തരും. നിങ്ങൾ വരില്ല എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാരെ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ ഞാൻ വരുത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കണ്ട. പക്ഷെ വരില്ല എന്ന് ഒറ്റയടിക്ക് പറയണ്ട, ഞാൻ സാഹചര്യം ഉണ്ടെങ്കിൽ വരുന്നു ആയിക്കോട്ടെ കേട്ടോ. നിങ്ങൾ വരാനുള്ള യോഗം ഉള്ളതാണെങ്കിൽ സിന്ധു അവിടെ എത്തിയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം. അത്യാവശ്യം ഇതായിട്ടുള്ള കാര്യം നമുക്ക് ചോദിക്കാം. അവിടെ ഇവിടെ പോയി അൺമ്യൂട്ടിന്റെ ഓപ്ഷൻ, സംശയമുള്ളത് ചോദിച്ചോളൂ. ഓക്കെ സാർ, എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. പറഞ്ഞോളൂ. അബദ്ധമാണോ നോക്കട്ടെ, പറഞ്ഞോളൂ. സാറ് ഉപ്പുവെള്ളത്തില് ഡെയിലി ഈ 3 ദിവസം എഴുതി ഇടണമെന്നുള്ളത് അറിയില്ലായിരുന്നു. ഒരു ദിവസം എഴുതിയിട്ട് ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് എന്താ അബദ്ധം? അപ്പൊ അതിനി അപ്പൊ അത് ഇനി എന്താ ചെയ്യാ സാറ്? അല്ല, അതിലെന്താണ് അബദ്ധം അത് പറ. അബദ്ധം ഇതാണ്, അത് എഴുതിയിടാത്തത് കൊണ്ട് ഇനി ഒന്നേന്ന് പറഞ്ഞ് എഴുതിയിടാൻ പറ്റുമോ? പറ്റുമല്ലോ, എന്താ കുഴപ്പം? നിങ്ങൾ വീണ്ടും ചെയ്തോ, എന്താ പ്രശ്നമുള്ളത്? നിങ്ങളുടെ ഉപ്പ്, നിങ്ങൾ എഴുതുന്ന സാധനം, നിങ്ങളുടെ പെന്ന്, നിങ്ങളുടെ പേപ്പർ എഴുതിട്ടോ. 3 ദിവസം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ആ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും പുതിയ കിട്ടും. അങ്ങനെ ഓരോന്നോരോന്ന് മാറ്റിക്കൊണ്ടിരിക്കൂ. എപ്പോഴും ചെയ്തോ. അപ്പൊ ഇത് സാർ, അപ്പൊ ഇത് ദിവസം ഈ 3 ദിവസം ഒരു വെള്ളം തന്നെ വെക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ എഴുതിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ വേണം എഴുതിയിട്ട് വേണം കടലിൽ കൊണ്ടിട്ടോ, എന്നാലും കുഴപ്പമില്ല. അതുപോലെ വെള്ളം മാറ്റാനില്ലല്ലോ, ഒരേ വെള്ളമല്ലേ. കടൽ അടുത്തല്ല സാർ. അല്ലെങ്കിൽ ആ പറഞ്ഞ വെള്ളം, ഒരു ബോട്ടിൽ വെള്ളം വെച്ചിട്ട് അതിൽ എഴുതിയിട്ടോളൂ. എന്താ കുഴപ്പം? അതിലെന്താ വിഷയം? അതിനൊന്നും അല്ല കാര്യം. നിങ്ങൾ ചെയ്യുമ്പോൾ ആ വെള്ളത്തിലേക്ക് നിങ്ങൾ അതിനെ അലിയിച്ച് കളയുന്നു. നിങ്ങൾ വേണം വലിയൊരു കുടത്തിൽ നിറയെ വെള്ളം എടുത്തു വെച്ചിട്ട് അതിൽ എല്ലാ ദിവസവും കൊണ്ടിട്ടോ, കുഴപ്പമില്ല. നല്ല ചോദ്യമാണ്. ഈ ക്ലാസ് എനിക്ക് മിസ്സായി, ഒന്നുകൂടി പറഞ്ഞു തരാമോ? എന്താ അല്ലേ, ഇത്രയും എടുത്ത ക്ലാസ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിരിപ്പിക്കല്ലേ. അല്ല സാർ, അന്ന് പറ്റിയെന്ന് സാർ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് കേൾക്കാൻ പറ്റിയില്ല. അതെ, തുടങ്ങിപ്പോയി, അതാണ് സംഭവിച്ചത്. പറഞ്ഞ നല്ല ഉദ്ദേശത്തോടാണ്. പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ ഈ ക്ലാസ് വീണ്ടും ഞാൻ ഇതേപോലെ ഒന്ന് എടുത്തു തരുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കേ. എന്താ അല്ലേ, എന്താണ് അവസ്ഥ? ഏതാ ഈ ഉപ്പിന്റെ ഇതേ 3 ദിവസം ഒരേ മാറ്റർ തന്നെയാണ് എഴുതുന്നത്, അതേ സെപ്പറേറ്റ് മാറ്റർ? നിങ്ങൾക്കല്ലേ മാറേണ്ടത്, നിങ്ങളുടെ മാറ്ററല്ലേ മാറേണ്ടത്. അപ്പൊ ഒരു പ്രാവശ്യം ഇന്ന് എഴുതിയ മാറ്റർ അല്ല, നിങ്ങൾ മാറ്റർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന പിന്നെ സോൾട്ട് വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏത് മാറ്ററാണ് മാറേണ്ടത് അതല്ലേ ഇടേണ്ടത്. അത് മാറിക്കഴിഞ്ഞാൽ അത് ഇടണ്ട, അടുത്തത് ഇട്ടോ. ഓരോ മാറ്റർ ഇടുന്ന എന്ത് ചോദ്യമാണ് ഇതിനകത്ത് ഇരിക്കണത്?
ഒരു മാറ്ററിനെ സാറേ പറ്റി സമൃദ്ധി ധ്യാനത്തിന്റെ ഫീസ് എത്ര സാറേ? 444. ഓക്കെ, താങ്ക് യു. സാറേ ഇന്നത്തെ അഞ്ചാമത്തെ പോയിന്റ് സാറേ വിജയകുമാരിയാണ്. ഞാൻ തൽക്കാലം റെക്കോർഡിംഗ് ക്ലോസ് ചെയ്യാണ്, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നവർ ചോദിക്കുന്നത് എന്തൊക്കെ ചർച്ച അവിടെ ചെയ്യുന്നത്. തൽക്കാലം യൂട്യൂബ് ക്ലോസ് യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണം എല്ലാവരും. ഞാനങ്ങനെ പറയാറില്ല, പൊതുവെ സബ്സ്ക്രിപ്ഷൻ ഇല്ല, സബ്സ്ക്രിപ്ഷൻ ഒന്ന് കൂട്ടണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ലൈവ് ക്ലാസ് പങ്കെടുക്കണമെങ്കിൽ അതിനകത്ത് അഡ്മിന്റെ നമ്പർ ഉണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ അവര് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരും, എന്നിട്ട് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം എന്ന് അറിയിക്കുകയാണ്. ബാക്കിയുള്ള ഇതുപോലെ ക്ലാസ്സുകളിൽ നമ്മുടെ എന്താ പറയുക മെഡിറ്റേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ അതായത് കൊടുത്തിട്ടുണ്ട് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു വെരി മച്ച്.